It's our Orthodox tradition to begin and end our prayer with Lord's Prayer. Let us begin this year's MOCF convention with our Lord this morning. നമ്മൾ ഭാവികളാകുന്നു. എന്നാലും നമ്മുടെ ദൈവം കരുണ നിറഞ്ഞു. ദൈവത്തോട് നമ്മുടെ ഭാവങ്ങൾ ഏറ്റുപറയാൻ ഈ സമയം വിനിയോഗിക്കാം. സോങ് ബുക്കിലെ 8ാമത്തെ പാട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പാടാം. Amen.
യേശു നല്ലവൻ, നമുക്ക് യേശു നല്ലവൻ, അവന്റെ നാമമോ എത്രയോ വലുത്. സോം ബുക്കിലെ 3-ാമത്തെ പാട്ട്. ഈ വർഷത്തെ MOCF-ന്റെ ആഭിമുഖ്യത്തിൽ ഇന്നും നാളെയുമായി നടക്കുന്ന സുവിശേഷ യോഗത്തിൽ പങ്കെടുക്കുവാൻ വന്നിരിക്കുന്ന ഏവരെയും ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നത്. ഈ വർഷത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ പ്രഗത്ഭനായ ഒരു വാഗ്മിയെ നമുക്ക് ഈ വർഷം 2 ദിവസത്തെ വചന പോഷണത്തിന് വേണ്ടി ലഭിക്കുകയുണ്ടായി എന്നുള്ളതിൽ ദൈവത്തെ ആദ്യമായിട്ട് നന്ദി പറയുകയാണ് ചെയ്യുന്നത്. അതിലുപരിയായിട്ട് അവിചാരിതമായിട്ടാണെങ്കിൽ തന്നെ അഭിമന്യനായ തിരുമേനിയുടെ സാന്നിധ്യം നമ്മെ ഏവരെയും അനുഗ്രഹിച്ചിരിക്കുകയാണ് എന്നുള്ളതിന് യാതൊരു സംശയവും. തിരുമേനി ഈ വീക്കെൻഡിൽ ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ട് അദ്ദേഹത്തെ ഈ സുവിശേഷ
മഹായോഗത്തിലേക്ക് ക്ഷണിച്ചതായ സന്ദർഭത്തിൽ വളരെ സന്തോഷത്തോടുകൂടി ആ ക്ഷണം സ്വീകരിക്കുകയും അഭ്യന്തനായ തിരുമേനി ഇവിടേക്ക് എഴുന്നള്ളി വരികയും ചെയ്തു എന്നുള്ളതിനുള്ളതായ ചാരിതാർത്ഥ്യം ഈ സന്ദർഭത്തിൽ അറിയിക്കുകയും തിരുമേനിയെ പ്രത്യേകമായിട്ട് ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വർഷത്തെ പ്രസംഗകനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ബഹുമാന്യനായ PK ഗിവർഗീസ് അച്ഛൻ കല്ലുപ്പാറ സ്വദേശിയായ അച്ഛനെയാണ്. വളരെ അധികം ആർക്കും സുപരിചിതനായ ഒരു വ്യക്തിയല്ല അച്ഛനെങ്കിൽ തന്നെയും ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് യൂട്യൂബും മറ്റും ഉള്ളതുകൊണ്ട് അച്ഛൻ്റെ പ്രസംഗങ്ങളൊക്കെയും അതിൽ കൂടി നമുക്ക് ശ്രമിക്കുവാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അച്ഛന് ചേപ്പാട് സെന്റ് ജോർജ് ഇടവകയിലെ അംഗമാണ്. അച്ഛന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഇവിടെ എത്തിച്ചേരുകയുണ്ടായി. അച്ഛനെയും ഈ കൺവെൻഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ വന്നിട്ടുള്ള വൈദികരെ ഏവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ബഹുമാനനായ മത്തായി കോർപ്പിസ്കോപ്പ നാട്ടിൽ നിന്ന് ഇവിടെ പ്രസിദ്ധീയമായ സന്ദർഭത്തിൽ ഈ ദിവസം ഇവിടെ നമ്മോടുകൂടി വന്നു ചേർന്ന് ഈ സംരംഭത്തെ വളരെയധികം അനുഗ്രഹപ്രദമാക്കുവാനുള്ള സാഹചര്യം ഉണ്ടായതിൽ വളരെയധികം സന്തോഷം ഈ സന്ദർഭത്തിൽ അറിയിക്കുകയും ബഹുമാനപ്പെട്ട അച്ഛനെ പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇവിടെ വന്നുകൂടിയിരിക്കുന്ന എല്ലാവരും പ്രത്യേകമായിട്ട് നിങ്ങളുടെ പ്രാതിനിധ്യവും സാന്നിധ്യവുമാണ് ഇതിന്റെ വിജയം എന്നുള്ളത് വിസ്മരിക്കുവാൻ സാധിക്കുന്ന ഒന്നല്ല. നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇന്ന് നാം ശ്രമിക്കുന്നതായ വിശുദ്ധ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകട്ടെ, ജീവിതം അർത്ഥപൂർണമാകട്ടെ, അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അഭ്യർത്ഥനായ തിരുമേനിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതിയായിരുന്നു. വന്യരായ സഹോദരന്മാരെ, വൈദിക സഹോദരന്മാരെ, സഹോദരി സഹോദരന്മാരെ, ആദ്യമായ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. കഴിഞ്ഞ വർഷത്തെ കൺവെൻഷൻ വന്നവർ ഇവിടെ വന്നിരിക്കുന്നവർ എത്ര പേര് കഴിഞ്ഞ വർഷത്തെ കൺവെൻഷൻ ഗുഡ് നമ്പർ. ഞാനിത് ചോദിച്ചത് വേറൊന്നുമില്ല. ഞാൻ ഇന്നത്തെ നിങ്ങളുടെ പ്രസംഗകനോട് രാവിലെ ഒരു കഥ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ നാട്ടിൽ ചെന്നപ്പോൾ നേപ്പാട് ഇടവകയിൽ കൺവെൻഷനിൽ ഉദ്ഘാടനം ചെന്ന് ഇതുപോലെ അവിചാരിതമായിട്ട് അവിടെ കിട്ടിയപ്പോൾ അവർ ഒന്നാം തിരുത്തലും ഉദ്ഘാടനം ചെയ്യാം. ഞാൻ പറഞ്ഞു എനിക്ക് 53 വയസ്സ് എനിക്ക് കഴിഞ്ഞല്ലോ. ഇക്കൊല്ലം 54 ഇക്കൊല്ലം 53 വയസ്സായി. എനിക്ക് ഓർമ്മ വെച്ച കാലം എന്ന് പറഞ്ഞാൽ നേപ്പായി കൺവെൻഷൻ മേപ്പാക്കാർക്ക് വ്യത്യാസം. ഞാനിത് ചോദിച്ചത് നിങ്ങളിൽ എത്ര പേര് കഴിഞ്ഞ പ്രാവശ്യം കൂടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചതില് നിങ്ങൾക്ക് എന്ത് വ്യത്യാസം വന്നിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞേക്ക് പോയത്? കുറച്ചു നേരം ചേർത്ത് പറയാൻ ചേർത്ത് പ്രസംഗാൻ ആരായിരുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് ചെല്ല് ചിരിപ്പിക്കും, ചെല്ല് കരയിക്കും. ക്ലാരിറ്റി മൂവിയാണോ കോമഡി മൂവിയാണോ എന്നൊക്കെ കാണുന്നത്. ഈ പ്രശസ്തനായ ഒരു ഫ്രഞ്ച് തത്വചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, we are living in an age of culture of spectacles. നമുക്ക് ഇന്ന് വേണ്ടിയത് we create spectacles. മഹാമഹങ്ങൾ ക്രിയേറ്റ് ചെയ്യില്ല എന്നുള്ളത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സുവിശേഷം വെറും സുവിശേഷയോഗമല്ല, മഹായോഗമാണ്. അപ്പൊ 2-3 കൊല്ലം അപ്പുറത്ത് വേറെ നമുക്ക് മഹായോഗം കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മഹാമഹായോഗം. ഇടവപ്പള്ളികൾ വെറും പള്ളിയാക്കിയത് വലിയ ഇടവകയാണ്, ചെറിയ ഇടവക
ഈ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞു മലങ്കരയിലെ ഏറ്റവും വലിയ പള്ളികൾ അറിയപ്പെടുന്നത് ചെറിയ പള്ളികളാണ്. പക്ഷെ ഈ അടുത്ത കാലത്ത് കൊച്ചു പള്ളികൾക്ക് പറഞ്ഞത് ജയിച്ചു കൊടുക്കാൻ തുടങ്ങി വലിയ പള്ളി. അപ്പൊ നമ്മൾ ജീവിക്കുന്നത് സുവിശേഷത്തിന്റെ പ്രസക്തിയിലുപരി സുവിശേഷം കൊണ്ട് ഒരു മഹാമഹങ്ങൾ സൃഷ്ടിക്കുന്നില്ല. ജീവിതഗതിയായ സുവിശേഷത്തിൽ നിന്ന് മാറി സുവിശേഷം ഒരു എന്റർടൈൻമെന്റ് ആക്കി മാറ്റി അത് കൊമേഴ്ഷ്യലൈസ് ചെയ്ത് ഞാൻ ഈ പലതും പറയുന്നത് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളെ നിരുത്സാഹപ്പെടുത്തുവാനോ വിമർശിക്കുവാനോ അല്ല. പക്ഷെ അതിന്റെ യഥാർത്ഥമായ ഉദ്ദേശത്തിലേക്ക് നമുക്ക് കൊണ്ടെത്തുവാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ജോൺസൺ കോർപ്പറേഷൻ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ നമുക്കൊരു വ്യത്യാസം ഉണ്ടാകത്തക്ക രീതിയിൽ നമ്മൾ കേൾക്കുന്ന വചനം നമ്മളിൽ വ്യത്യാസം ഉണ്ടാക്കുന്നില്ല എങ്കിൽ ഇതുകൊണ്ടൊരു പ്രയോജനം കിട്ടും. എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ വന്നു നമുക്ക് ഈ ആഴ്ചത്തെ പോകാം എന്നതിലുപരി നമുക്ക് നമ്മളെ സ്വാധീനം ചെയ്യുന്ന നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന ഒരു സുവിശേഷമായി ഇത് മാറുന്നു. അതിനൊരു കാരണം പ്രസംഗത്തിന്റെ കുഴപ്പമോ സുവിശേഷത്തിന്റെ കുഴപ്പമല്ല. നമ്മുടെ ജീവിതം മാറണം എന്ന ആഗ്രഹം പലപ്പോഴും നമുക്കില്ല. ബിക്കോസ് വി ആർ കംഫർട്ടബിൾ ദ വേ വി ആർ. ഈ പാട്ട് പാടുമ്പോഴൊക്കെ എനിക്കൊരു കുഴപ്പമുണ്ട്. ഞാനൊരു വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഞാനിതിനെ കേൾക്കുന്നത്. ഞാൻ യഥാർത്ഥ പാട്ട് നന്നായി, ഇറ്റ് വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ട്യൂൺ, നല്ല ബീറ്റ്സ്. പക്ഷെ ആ ബീറ്റ് കേൾക്കാൻ കരുതാമെന്ന് തോന്നുന്നു. ഇറ്റ് വാസ് എ വെരി ഫാസ്റ്റ്, ഇറ്റ് വാസ് എ വെരി എന്റർടൈനിങ് മ്യൂസിക്. ഇത് പലപ്പോഴും നമ്മുടെ ഈ അർത്ഥത്തിൽ നിന്ന് മാറി മ്യൂസിക് ട്യൂൺ ചെയ്തവർ അല്ലാതെ ഉണ്ടാകരുത് എന്ന ഉദ്ദേശത്തിലല്ല ഈ ഒരു ട്യൂൺ കണ്ടത്. But they wanted to create an interesting music so that people can say it was a good music. But if the intention was to create a mood of repentance, we might have chosen it. So when it comes to gospel also, the gospel should be something that radically changes and challenges. But it is uncomfortable. A radical following of Jesus Christ, a radical transformation that is generated through the listening of gospel, that is a difficult and uncomfortable. That might remove us from our comfort zone. So I hope and pray as ജോൺസൺ പോയിന്റ് അവിചാരിതമായിട്ട് ഇവിടെ ഉദ്ഘാടകനായതാണ്. അച്ഛന് ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ എന്നെ വിളിച്ച് പറഞ്ഞു. പക്ഷെ ഇവിടെ എനിക്ക് ഈ നമ്മൾ വളരെ എഫേർട്ട് എടുത്ത് നാട്ടിൽ വളരെ പ്രശസ്തനായിട്ട് പ്രസംഗം സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമയം നമ്മുടെ സമയം കളയുന്ന ഒരു എക്സസൈസ് ആക്കാതെ open our hearts, open our minds, so that we will let the spirit of the gospel transform. That is my prayer. That is my exhortation. May God bless you all. With your permission, I declare this year's convention open. May God bless us all. Thank you.
അഭ്യുന്യ മന്ദിരായ വൈദിക ശ്രേഷ്ഠരെ ബഹുമാനപ്പെട്ട സമാജം കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ സ്നേഹമുള്ള സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ, ഈ വർഷത്തെ സംയുക്ത കൂടിവരവിൽ 2 ദിവസങ്ങൾ നിങ്ങളോടൊപ്പമായിരിക്കാൻ പോകണം ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അഭ്യുന്യ പിതാവ് ഓർപ്പിച്ച കാര്യങ്ങളോട് പൂർണ്ണമായി യോജിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെയൊക്കെ പ്രായത്തിന്റെ അളവനുസരിച്ച് തിരുവചന കേൾവിക്കുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യം അതെവിടെയായിരുന്നാലും ഇന്ത്യയിലായിരുന്നാലും തിരുവചന കേൾവിക്ക് നമുക്ക് ധാരാളം അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു തലമുറയെ നാം പരിശോധിച്ചാൽ സ്വന്തം പറമ്പിലോ മറ്റാരുടെയെങ്കിലും പറമ്പിലോ ഒക്കെ നല്ലതുപോലെ അധ്വാനിച്ച് 5 മട്ടും മക്കളെയൊക്കെ വളർത്തിയ നമ്മുടെ മാതാപിതാക്കന്മാരുടെ ഒരു തലമുറയുണ്ട്. ആ ഒരു തലമുറയുടെ ശരിയായ ദർശനം ഞായറാഴ്ച അധികാലത്ത് നമസ്കാര സമയത്ത് തന്നെ ദൈവാലയത്തിൽ വരിക, ത്രോണോസിലേക്ക് നോക്കി കണ്ണുനീരെടുക്കുക, ആ കണ്ണുനീരിന്റെ ബലം കൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് കുടുംബത്തെ പോറ്റുക, ഈ പറയുന്ന സത്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഏറെ മാറിയിരിക്കുന്നു. നിരന്തരമായി തിരുവചന കേൾവിക്കുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. കഴിഞ്ഞ ഒരു തലമുറയിൽ ഞായറാഴ്ച ഒരു ആരാധന കഴിഞ്ഞാൽ നാട്ടിലാണെങ്കിൽ വായനായോഗത്തിൽ എന്ന് പറയുന്ന ചെറിയ പ്രാർത്ഥനാ യോഗങ്ങൾ മാത്രം ഉണ്ടായിരുന്ന കാലം ആരുടെയും പ്രസംഗങ്ങളൊന്നുമില്ല. വരുന്നു, പാട്ട് പാടുന്നു, വേദപുസ്തകം വായിക്കുന്നു, പിതാക്കന്മാരിൽ പ്രായമുള്ളവരാരെങ്കിലും പ്രാർത്ഥിക്കുന്നു, ശുദ്ധമുള്ള പിതാവിനെ ചൊല്ലുന്നു, മടങ്ങിപ്പോകുന്നു. ഇതൊക്കെയായിരുന്നു അന്നത്തെ ഒരു ക്രമമെന്ന് പറയുന്നു. ഇന്ന് ചാനലുകൾ പരിശോധിച്ചാൽ ഒരു ദിവസം എത്ര പ്രസംഗങ്ങൾ കേൾക്കാനായിട്ട് കഴിയും? നമ്മുടെയൊക്കെ പ്രായത്തിന്റെ അളവനുസരിച്ച് പരിശോധിച്ചാൽ തിരുമേനി ഓർപ്പിച്ചതുപോലെ അങ്ങോട്ട് നന്നാകാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ എന്നേ നന്നാകേണ്ടതായിരുന്നു. പക്ഷേ ഈ തിരുവചന കേൾവിയുടെ ഒരു വിഷയം എനിക്ക് തോന്നുന്നു ഇതൊരു ചെറിയ അഡിക്ഷൻ ഇതിനകത്തുണ്ട് എന്നാണ് ധാരണ. കേൾക്കും തോറും കേൾക്കണം എന്നൊരു താല്പര്യമല്ലാതെ ഇത് പച്ചയായ ജീവിതത്തോട് ചേർത്ത് ബന്ധിച്ച് ജീവിതത്തിന്റെ ഒരു ഭാഷയാകണം എന്ന് നമുക്കാർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് കേൾക്കും തോറും കേട്ടുകൊണ്ടേയിരിക്കുന്നു, കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പലപ്പോഴും വീണ്ടും വീണ്ടും സ്റ്റേജുകളിൽ നിൽക്കേണ്ടതായി വരുന്നത്. ആദ്യത്തെ പ്രസംഗത്തിൽ നമ്മളെല്ലാം രക്ഷപ്പെട്ടെങ്കിൽ അതും സഭയ്ക്ക് കുഴപ്പമാവും. അപ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു വസ്തുത, ഈ തിരുവചന കേൾവി എന്ന് പറയുന്നത് അനുഗ്രഹകരമായ നമ്മുടെ ജീവിതത്തിന്റെ ഭാഷയാകാനായിട്ട് നാം ശ്രമിക്കണം. ഇന്ന് തിരുവചനം ഉപയോഗിക്കുന്നത് പറയുന്നത് തന്നെ അവനവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നായിട്ട് മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഞാൻ 21 വർഷമായി അച്ഛനായിട്ട് സാധാരണ വീടുകളിലൊക്കെ ചെല്ലുമ്പോ വേദവാക്യങ്ങളിൽ ഇങ്ങനെ ഭിത്തിയിലൊക്കെ എഴുതിയിരിക്കും. എന്റെ വീട്ടിലൊരു വാക്ക് എഴുതിയിട്ടില്ല. കാര്യം ഇത് ഭിത്തിയിൽ എഴുതാവുന്നതല്ല എന്നാണ് എന്റെ ഒരു ധാരണ. ഹൃദയത്തിൽ എഴുതാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഭിത്തിയിൽ എഴുതിയിട്ട് ഒരു കാര്യമില്ല എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ഈ വാക്യങ്ങളൊക്കെ വായിച്ചു നോക്കിയപ്പോ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വാക്യമാണ് പ്രവചന വാക്യം ഒരെണ്ണം. ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ ഒരു ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും ശക്തീകരിക്കും എന്ന് പറയുന്നൊരു വാക്യം. മിക്കവാറും എല്ലാ വീടുകളും എല്ലാവരുടെ ഒരു ആഗ്രഹം താഴെ വെക്കാതെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ദൈവത്തെ കുറിച്ചൊരു സങ്കല്പം. അങ്ങനെയാണ് ദൈവം. വീട് പോകാതെ കൊണ്ടു നടക്കുന്ന ഒരു ദൈവം സംശയമില്ല. പക്ഷെ ഇവിടുത്തെ ഒരു ചോദ്യം, നിന്റെ വീട്ടിൽ വരുന്നവൻ ദൈവം നിനക്ക് ആരാണ് എന്ന് മാത്രം കണ്ടാൽ മതി. നീ ദൈവത്തിന് എന്താണ് എന്ന്
കാണുന്നത്. അങ്ങനെ ഒരു വാക്യം, ഞാൻ എന്റെ ദൈവത്തിൽ നിന്നതാണ് എന്ന് പറയുന്ന ഒരു വാക്യം 21 വർഷം ഞാൻ പരതി നോക്കിയിട്ട് ഈ വാക്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു വീട്ടിലും കണ്ടിട്ടില്ല. അവിടെയാണ് വിഷയം. ദൈവം എന്നതാണ് എന്ന് നമുക്കറിയാം, പക്ഷെ ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്റെ ദൈവത്തിന് ഞാൻ എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല. അവിടെയാണ് തിരുവചനത്തിന് കാര്യമായ മാറ്റമൊന്നും നമ്മിൽ വരുത്താനായിട്ട് കഴിയാതെ പോയത്. അതുകൊണ്ട് വേദപുസ്തകം എന്ന് പറയുന്നത് it should be integrally studied, സമഗ്രമായി പഠിക്കേണ്ട ഒന്നാണ്. വേദപുസ്തകം നമുക്ക് പലപ്പോഴും പഠിക്കാതെ വന്ന കുട്ടിക്ക് പെട്ടെന്ന് തുറന്നു നോക്കുമ്പോൾ ആദ്യം കാണുന്ന വാക്യം, നീ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, പോയി പരീക്ഷ എഴുതിയാൽ ഓക്കെ ആണ് എന്ന് പറഞ്ഞ് സാറ്റിസ്ഫൈഡ് ആകാൻ വേണ്ടിയുള്ളതല്ല. അല്ലെങ്കിൽ നല്ലപോലെ പഠിച്ച കുട്ടി ഒരു വാക്യം തുറന്നു നോക്കുമ്പോൾ ഇന്നത്തെ കാര്യം പോക്കാണ് എന്നാണ് കാണുന്നതെങ്കിൽ നല്ലപോലെ പഠിച്ചിട്ടും വലിയ മാനസിക സംഘർഷത്തോടെ എഴുതി പരാജയപ്പെടാനുള്ളതല്ല. ഈ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും അനുഗ്രഹകരമായ നിലയിൽ നമ്മുടെ മുൻപാകെ അവതരിപ്പിക്കാൻ പ്രാപ്തിയുള്ള വേദപുസ്തകത്തെ 31 മുതൽ വെളിപ്പാട് അവസാനം വരെ സമഗ്രമായി പഠിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ, ധ്യാനിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിനെന്നും അന്തസ്സ് നൽകുന്ന, മൂല്യം നൽകുന്ന, ക്രിസ്തുവിൽ ജീവിക്കാൻ പ്രാപ്തി നൽകുന്ന, സഭ എന്താണ് എന്ന് തിരിച്ചറിയാൻ പ്രാപ്തി നൽകുന്ന വലിയ ഒരു സന്ദേശമായിട്ട് മാറും. അതിന് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലായിടത്തും കേൾക്കുന്ന കാര്യമാണ് വചനം വചനം എന്ന് പറയും. ഞാനത് പറഞ്ഞു കൊടുത്ത ഇടയ്ക്ക് പറയാനായിട്ട് ആഗ്രഹിക്കും. അതുകൊണ്ട് ഞാൻ ഇൻട്രൊഡക്ഷൻ ഇടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മളൊക്കെ നമ്മുടെ പ്രായത്തിന്റെ അളവനുസരിച്ച് ഈ തിരുവചനം കേട്ടവരാണ്. നമ്മുടെ മാതാപിതാക്കന്മാർ തലമുറയ്ക്ക് അത്രയും കേൾക്കാനുള്ള അവസരമുണ്ടായി. ഇന്ന് നാമൊക്കെ നല്ല ജീവിത സാഹചര്യങ്ങൾ ജീവിക്കുന്നവരാണ്. നമ്മുടെ മാതാപിതാക്കന്മാർക്ക് ഈ ജീവിത സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ നാം തിരിച്ചറിയേണ്ട കാര്യം, ഇത്രമാത്രം ജീവിത സാഹചര്യം ഇല്ലായിരുന്നിട്ടും, ഇത്രമാത്രം പ്രസംഗങ്ങൾ കേൾക്കാൻ അവസരമില്ലായിരുന്നിട്ടും നാം അനുഭവിച്ചതിലേറെ കെട്ടുറപ്പ് ജീവിതത്തിന് അവരനുഭവിച്ചു. എന്തുകൊണ്ട്? നമ്മുടെ മാതാപിതാക്കന്മാർ തലമുറ 3 നേരം പലതും കഴിക്കാൻ, ഞാൻ സാധാരണ പറയും, ആഠ്യത്വം പറയാനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും 97% വീട്ടുകളിൽ 3 നേരം ഭക്ഷണത്തിന് വകയില്ലാത്ത സാഹചര്യം ഈ നാട്ടിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇന്ന് ആർക്കാണ് അങ്ങനെ പറയാനായിട്ടുള്ളത്? വളരെ വിരലിന്റെ ആളുകൾക്ക് ഉണ്ടാകുമായിരിക്കാം. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ, ഇത്രയും വചനം കേൾക്കാൻ അവസരമില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കന്മാർ 8ഉം 10ഉം മക്കളെ വളർത്തിയ മാതാപിതാക്കന്മാർ, അവർക്കുണ്ടായിരുന്ന ജീവിതത്തിന്റെ കെട്ടുറപ്പ്, അവർക്കുണ്ടാകുന്ന ജീവിതത്തിന്റെ സമാധാനം ഇന്ന് നമുക്കുണ്ടോ? നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇല്ല എന്നുള്ളതാണ് സത്യം. എല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്, എല്ലാത്തിനും നേരമുണ്ട്, പക്ഷെ ഒന്നും ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുന്നില്ല. ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. തിരുമേനി ഈ വചന ശുശ്രൂഷയെ കുറിച്ച് മാത്രം പറഞ്ഞു. ഞാൻ പറയുന്നു, വിശുദ്ധ കുർബാനാനുഭവത്തിന്റെ ദർശനം പോലും ഇന്ന് ലാഭപ്പെടുത്തിയിരിക്കുന്നു, വെള്ളം ചേർക്കപ്പെട്ടിരിക്കുന്നു. സഭയുടെ എല്ലാ കൗദാശിക അനുഭവങ്ങളും ഇന്ന് വെള്ളം ചേർക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ പ്രധാന കാരണം ഞങ്ങളല്ല, ഞങ്ങൾ വൈദ്യസ്ഥാനികളാണ്. എല്ലാ തലത്തിലുമുള്ള, എല്ലാ തട്ടിലുമുള്ള വൈദ്യസ്ഥാനികളാണ്. ജനങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ആ കാര്യങ്ങൾ വിട്ടുകൊടുക്കാനും ആ നിലയിൽ പോകാനായിട്ട് താല്പര്യപ്പെട്ടപ്പോ സഭയുടെ കൗദാശിക അനുഭവങ്ങൾ എല്ലാം കൂടെ ചേർക്കപ്പെട്ടിരിക്കുന്നു. ഈ തിരുവചന പ്രസംഗം കേൾക്കുക മാത്രമല്ല, ഇവിടെയാണ് we have to come back. That's the main thing. നമുക്ക് മടങ്ങി വരാനായിട്ട് കഴിയണം. ഇല്ലെങ്കിൽ സഭയ്ക്ക് നാളെ ചിത്രം ഉണ്ടാവില്ല. both in India and America. ഇന്നാ തിരിച്ചറിയണം. അമേരിക്കയുടെ കാര്യം മാറണമെന്നുള്ള ഞാൻ പറയുന്നു. നമുക്ക് വാസ്തവത്തിൽ ആക്ച്വലി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ റിന്യൂവൽ എന്ന് പറയുന്ന ഒരു വാക്ക്. റിന്യൂവൽ ഗോയിങ് ബാക്ക് ടു ദ ഒറിജിൻ, ഉത്ഭവസ്ഥാനത്തേക്ക് മടങ്ങിപ്പോകുന്നതിനാണ്, അല്ലാതെ ഉള്ളതിനെല്ലാം ഇല്ലാതെ ചെയ്യുന്നതല്ല. ശരിയായ നിലയിൽ സത്തയിലേക്ക്, എസൻസിലേക്ക്, ബീയിങ്ങിലേക്ക് ഉള്ള ഒരു മടക്കിപ്പോക്കാണ് എന്ത് റിന്യൂവൽ എന്ന് പറയുന്നത്. ആക്ച്വലി ദിസ് ചർച്ച് നീഡ്സ് ദ ഫാക്ട് നൗഡേയ്സ്. ഈ കാലഘട്ടത്തിൽ ഈ സഭ, എനിക്ക് പലപ്പോഴും ദുഃഖം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കാതലിക് സെമിനറിയുടെ ഒരു ആഘോഷം നാട്ടിൽ നടന്നു.
ഭയങ്കര പൊട്ടുപക്ഷിക്കലാണ്. എന്നിട്ട് വൻ കാര്യം ചെയ്യുന്ന മണ്ണില്ല. എനിക്കവിടെ പറഞ്ഞതിന് പ്രയാസമൊന്നുമില്ല. എന്നെ സംഭവിച്ചതായി പറയുന്നത്. ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചു കൂട്ടിപ്പിച്ച് 4% നടത്തിയാണ് ഈ സഭയുടെ പുതുക്കം ഉണ്ടാവുക. Actually, the cases are not the main problems of this church facing today. Lack of mutuality of love in between the clergy, the bishops and the laymen. This is the main problem of this church that we are facing today. ഇത് മാറണം. സ്നേഹത്തിന്റെ ഭാഷ ഒന്നുമില്ല. ഈ സ്നേഹത്തിന്റെ ഭാഷയിലേക്ക് മടങ്ങി വരാനായിട്ട് ഈ സഭയ്ക്ക് ഇതുവരെ ഈ ഒരു ശതാബ്ദി നമുക്ക് കാതലിക് എന്ന് പറയുന്ന സ്ഥാപനമാണ് വിഷയം, സഭയല്ല. ഇവിടെയാണ് വിഷയം. ഇവിടെ ഒരു കാതലിക്കുള്ളത് ഫോർ ദ ചർച്ച്. കർത്താവ് പറഞ്ഞല്ലോ, ശാപം എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ ശാപത്തിന് വേണ്ടിയല്ല എന്ന് പറഞ്ഞു. ഇവിടെ എനിക്ക് തോന്നുന്നു പല കാര്യങ്ങളും സമ്മേളനവും ഗീതയുടെയൊക്കെ കേൾക്കുമ്പോ ഈ സഭ കാതലിക്കത്തിന് വേണ്ടിയാണോ, കാതലിക് സഭയ്ക്ക് വേണ്ടിയാണോ? It's really a question. We have to answer. Not only here, before the high priest, the ultimate high priest, യഥാർത്ഥ മഹാപുരോഹിതനായിരുന്ന ക്രിസ്തുവിന്റെ മുൻപാകെ we have to answer. That's the problem. ഇത് കഴിയുന്നുണ്ടോ ഇല്ലെന്നുള്ള ആവശ്യം വാസ്തവത്തിൽ അനുഭവം തോന്നുകയാണ്. കാതലിക് സ്ഥാപിക്കപ്പെട്ട് 100 വർഷമായ ഒരു സഭയ്ക്ക് ഈ സഭയുടെ പുതുക്കത്തിന് വേണ്ടി ഒരു ചെറു നിലനിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. ആരാണ് പഠിപ്പിക്കാൻ? ഞാൻ പറയുന്നു, ഇന്ന് ജനിച്ചു വീഴുന്ന കുഞ്ഞും സഭയുടെ പരമാധ്യക്ഷൻ വരെയുള്ളവര് ഭംഗിയായിട്ടൊന്ന് കുമ്പസാരിക്കണം. അത്രയെങ്കിലും ചെയ്യണമായിരുന്നു. കുമ്പസാരിക്കണം എന്ന് പറഞ്ഞാല് വേണമെന്ന് പറഞ്ഞ അച്ഛനെ കൊണ്ടുപോകുന്നതിനെ അറിയില്ല. ഞാൻ പറഞ്ഞു നല്ലൊരു ബോധ്യം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്, നല്ലൊരു ബോധ്യം ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അതാരെപ്പോഴും കഴിയുന്ന കാര്യം. അച്ഛന് മുമ്പിൽ പോയി യാതൊരു ഉത്തരവാദിത്തമില്ല മുട്ടുകുത്തി എഴുന്നേറ്റ് പോയിട്ട് കുമ്പസാരമാണെന്ന് പറയും. അതിനെക്കുറിച്ചല്ല ഞാൻ പറയും. അതിനപ്പുറമായിട്ട് ഈ സഭയുടെ പുതുക്കത്തിന് വേണ്ടി ചെയ്യാനായിട്ട് കഴിയുന്ന, ഈ തലമുറയ്ക്ക് ആവശ്യമായിട്ടുള്ള ബോധ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ദർശനമുള്ള ഒരു തലമുറയുടെ ശരിയായിട്ടുള്ള നായകത്വത്തിലേക്ക് പൗരോഹിത്യ സ്ഥാനങ്ങൾക്കും മേൽപ്പെട്ട സ്ഥാനങ്ങൾക്കും വരുവാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ കാതലിക്കിന്റെ ശതാബ്ദി എന്ന് പറയും. നടന്നില്ല. ഇനി എന്ത് നടക്കണം? കർത്താവ് വരവ് നടക്കുമെന്ന് ഇപ്പോഴത്തെ ചിത്രത്തിൽ മനസ്സിലാക്കാനായിട്ട് പ്രയാസവുമാണ്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കുന്ന ഒരു കാര്യം, നമുക്ക് ഈ സഭയെന്ന് പറയുന്ന ഒരു കോൺസെൻട്രേഷനിലേക്ക് മടങ്ങി വരാൻ കഴിയുന്നില്ലെങ്കിൽ നാളത്തെ സഭയുടെ ചിത്രം ഇവിടെയും നാട്ടിലുമൊക്കെ വളരെ ഭയാനകമാണ്. ഒരു വലിയ പ്രതിസന്ധിയാണ്. വളരെ ഗൗരവമായ ജീവിതത്തെ കാണാനായിട്ട് നമുക്ക് ശ്രമിച്ചാൽ മതിയാകും. അതുകൊണ്ട് ഒരു ദർശനത്തെ സംബന്ധിച്ചാണ് ഈ രാത്രിയിൽ നിങ്ങളുമത് അല്പസമയം ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. യൗസേപ്പിനുണ്ടായ വെളിപാട് എന്നാണ് എന്റെ പേര്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 18 മുതൽ 25 വരെയുള്ള വേദഭാഗത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു വേദഭാഗം നാം പരിശോധിക്കുമ്പോൾ ഞാനത് മുഴുവനായിട്ട് വായിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. നിങ്ങൾക്കൊക്കെ വളരെ പരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ്. ആണ്ടിലൊരിക്കൽ ഉള്ള ഒരു ഞായറാഴ്ചയിൽ ഇത് വായിക്കുന്ന ഒരു വേദഭാഗം കൂടെയാണ്. എല്ലാ പ്രധാന മുമ്പായിട്ട് ഞായറാഴ്ചയിൽ ഇത് വായിക്കും. ഞാൻ ഈ വാക്കുകൾ പറഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ കിടക്കുന്നതിന് മുൻപ് ഈ വേദഭാഗം നിങ്ങളുടെ വീട്ടിൽ പോയി നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഇതൊന്ന് വായിക്കണം. വായിച്ചിട്ട് ഇതിന്റെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇവിടെ പറയുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വസ്തുത, കന്യകമറിയാം യൗസേപ്പിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടയാളാണ്. കന്യകമറിയാം യൗസേപ്പിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടതാണെങ്കിൽ അവരൊരുമിച്ച് വരുന്നതിന് മുമ്പ് ദൈവം ഗബ്രിയേൽ മാലാഖ് മുഖാന്തരമായിട്ട് യൗസേപ്പിന് ഒരു ദർശനം നൽകും. ആ ദർശനം കന്യകയുടെ ഗർഭധാരണത്തെ പറ്റിയാണ്. ഇത് ദൈവത്തിൽ നിന്നുള്ളതാണ്, അതുകൊണ്ട് നീ അവളെ സ്വീകരിക്കണം. ദർശനം ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് യൗസേപ്പ് കന്യകമറിയാമിനെ സ്വീകരിക്കുന്നതായിട്ട് നാം ഇവിടെ കാണുകയാണ്.
ഈ ഒരു വേദഭാഗം പരിശോധിക്കുമ്പോൾ, ഈ ഭാഗം വായിക്കുമ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു ചിന്തയുണ്ട്, സ്ഥിരമായിട്ട് വരുന്ന ഒരു ചിന്തയാണ്. കന്യകമറിയാം യൗസേപ്പിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടയാളാണ്. ദൈവത്തിന്റെ ഒരു ഉപകരണമായി കന്യകമറിയാം മാറണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ കന്യകമറിയാമിന് ദർശനം നൽകുന്നതിന് മുൻപ് ഈ ദർശനം ആർക്ക് നൽകുന്നതായിരുന്നു? സുഖം യൗസേപ്പിന് നൽകുന്നതായിരുന്നു. എന്തുകൊണ്ട് ദൈവം കന്യകമറിയാമിന് ദർശനം കൊടുക്കുന്നതിന് മുൻപ് നിനക്കായി വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കന്യകയെ ദൈവ പദ്ധതിയുടെ ഭാഗമായി ഞാൻ തെരഞ്ഞെടുക്കുകയാണ് എന്ന് പറഞ്ഞു? ഇതൊരു വലിയ വിഷയം. നമ്മുടെ ഒക്കെ ജീവിതയാത്രയിൽ നാം ചോദിക്കുന്ന പല കാര്യങ്ങളും ഇതിങ്ങനെയായിരുന്നെങ്കിൽ അങ്ങനെയാകുമായിരുന്നില്ല. ഇത് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഇതിങ്ങനെയായിരുന്നുവെങ്കിൽ അങ്ങനെ ആകുമായിരുന്നില്ല. നമ്മുടെ ഒരു വിഷയമാണ്. അതുകൊണ്ട് ഈ ദർശനം സംബന്ധിച്ചുള്ള ഒരു പ്രയോറിറ്റി ഇതാദ്യം യൗസേപ്പിനുള്ളതായിരുന്നില്ലേ എന്നൊരു ചോദ്യം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഇത് നമ്മുടെ ബുദ്ധിയുടെ ഒരു ചോദ്യമാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, യാതൊരു ഹവ്വയും പാപം ചെയ്തപ്പോൾ എന്തുകൊണ്ട് കർത്താവ് മനുഷ്യാവതാരം ചെയ്തില്ല? കർത്താവ് അന്ന് മനുഷ്യാവതാരം ചെയ്തിരുന്നുവെങ്കിൽ സൃഷ്ടിയുടെ തുടക്കം മുതൽ സഭ സ്ഥാപിതമാവുകയും സർവ മനുഷ്യരും അല്ലെങ്കിൽ സകല തലമുറയിലുള്ള മനുഷ്യർക്കും സഭയുടെ അംഗങ്ങളായി കൗദാശി അനുഭവത്തിൽ വളരുവാനായിട്ട്, ദൈവരാജ്യ പദ്ധതിയിൽ വളരുവാനായിട്ട് അവസരം ഉണ്ടാകുകയും ചെയ്യുമായിരുന്നു. ഇതെന്റെ ബുദ്ധിയുടെ ചോദ്യമാണ്. ഇപ്പോൾ കർത്താവിനൊന്നും നേരം കിട്ടിയെന്ന് വിചാരിച്ചു. ഈ നോഹയുടെ കാലത്ത് വെള്ളം കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ മൂടിയ സമയത്ത് എന്തുകൊണ്ട് ആ ജനത്തെ നശിപ്പിക്കാതെ കർത്താവ് മനുഷ്യാവതാരം ചെയ്തില്ല? ഇതിനൊക്കെ എന്റെ കയ്യിൽ മറുപടി ഉണ്ട് എന്നൊന്നുമില്ല ഞാൻ പറയുന്നു. നമ്മുടെ സാധാരണ ജീവിതത്തിൽ നാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയുന്ന സമയത്ത് ഇടപെടാതിരിക്കുന്നത്? യൗസേപ്പിന്റെ വിഷയത്തിൽ ചോദ്യം വളരെ കൃത്യമാണ്. യൗസേപ്പിന് വേണ്ടി വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കന്യക, അവൾ പരിശുദ്ധാത്മാവ് മുഖാന്തരമായിട്ട് ഒരു മകനെ ജനിപ്പിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുമ്പോ മുൻപ് ഈ യൗസേപ്പിനോടൊത്ത് പറഞ്ഞിരുന്നുവെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ കൺജഷൻ, ക്രൈസിസ് ഇല്ലാതാകുമായിരുന്നു. Why there is no prior vision to Joseph or Joseph? ഇതൊരു വലിയ വിഷയമാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ സാധാരണയായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വാച്ച്മാൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടസ്റ്റന്റ് ചിന്തകൻ, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹം ഒരു പ്രോട്ടസ്റ്റന്റുകാരനാണെങ്കിലും നല്ലൊരു ഓർത്തഡോക്സ് ചിന്തകൻ. അദ്ദേഹത്തിന്റെ സിബോക്സ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് ദൈവകൃപയെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്ന വാക്കുകൾ ഓർത്തഡോക്സിയോട് വളരെ ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള ഒന്നാണ്. അദ്ദേഹം ദൈവം മനുഷ്യനെ സഹായിക്കുകയും മനുഷ്യ ജീവിതത്തിൽ ഇടപെടുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്നു, God may not be early, but he is never late. He is right on time. God may not be early. ദൈവം മനുഷ്യനിൽ ഇടപെടുന്നത്, ദൈവം മനുഷ്യനെ സഹായിക്കുന്നത് may not be early, but he is never late. ദൈവം മനുഷ്യനെ സഹായിക്കുന്നത് ഒരിക്കലും താമസിച്ചല്ല. He is right on time, not in time. In time എന്ന് പറഞ്ഞാൽ ലിറ്റിൽ അഡ്വാൻസ്. On time, കൃത്യ സമയം. നമുക്കറിയാമല്ലോ, യൗസേപ്പ് പുതുതാവ് നീതിമാനായി. ആ മനുഷ്യൻ തന്റെ ബുദ്ധി കൊണ്ടൊക്കെ ആലോചിച്ചിട്ട് ഒടുവിൽ വരുന്ന ഒരു കൺക്ലൂഷൻ ഉണ്ട്. എവിടെയാണ്? രാത്രിയുടെ നിശബ്ദതയിൽ അവൻ തീരുമാനിച്ചു, എന്താണ്? കന്യകയെ ഉപേക്ഷിക്കും. That is the on time. അവിടെയാണ് ദൈവം ഇടപെടുന്നത്. ഇടപെട്ടിട്ട് അവനോട് പറഞ്ഞു, പാടില്ല, നിനക്ക് അവസരം തരുന്നില്ല. അവൾ ദൈവം
So you have to accommodate. ഇത് പറയുന്നത് അവിടെയാണ്. ആ നിലയിലാണ് ഈ ഔസേപ്പ് ചേർത്ത് കൊള്ളുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ഔസേപ്പിനോട് ചോദിച്ചു എന്ന് വിചാരിച്ചു. ഔസേപ്പ് ആരാണ്? വേദപുസ്തക ഭാഷയിൽ നീതിമാനാണ്. അവനോട് ചോദിക്കുകയാണ്, നിനക്കായി വിവാഹം നിശ്ചയിക്കപ്പെട്ട ഈ പെൺകുട്ടിയെ ദൈവഭക്തിയുടെ ഭാഗമായിട്ട് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ ജോസഫ് എന്ത് പറഞ്ഞാല്? ഒരിക്കലും പറയില്ല. ഒരിക്കലും പറയില്ല. ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ അവരുടെ യുക്തിക്കും യുക്തിസഹമായിട്ടുള്ള സമീപനത്തിനും പോകാവുന്ന ഒരു എക്സ്റ്റന്റ് ഉണ്ട്. അതിനപ്പുറമാണ്. നമുക്കറിയാമല്ലോ, സ്നാപകയോഹന്നാൻ നാളെ പറയുന്ന ഒരു വിഷയം അതാണ്. എന്നുള്ളതാണ് എന്റെ ഒരു ചെറിയ ഭാഗം ഞാൻ പറയുകയാണ്. സ്നാപകയോഹന്നാൻ കാരാഗ്രഹത്തില്ല. ചില ശിഷ്യന്മാരെ കർത്താവിന്റെ അടുത്ത് വിട്ടു. എന്നിട്ട് ചോദിച്ചു, വരുവാനുള്ളവർ നീയാണോ എന്നൊരു ചോദ്യം. കർത്താവ് എന്ന് പറഞ്ഞു, ഞാനാന്ന് പറഞ്ഞു. കർത്താവ് വെയിറ്റ് ആൻഡ് സീ. എന്താ കാണേണ്ടത്? കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, ക്രിസ്തുവിൽ സൗഖ്യമാകുന്നു. നിങ്ങൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്ത് യോഹന്നാനോട് പോയി അറിയിക്കുക. നമ്മൾ ചിന്തിച്ചാല് ജീവിതത്തിൽ ഇവൻ ക്രിസ്തുവാണെന്ന് ഒരു സംശയത്തിനും വകയില്ലാത്ത ഏക വ്യക്തിയാണ് ആരാ? യോഹന്നാൻ. ഈ യോഹന്നാനാണ് ആർക്ക് സ്നാനം കൊടുത്തത്? കർത്താവ് യോഹന്നാനിൽ ഒരു സ്നാനം കൊടുത്തത്. ആ സ്നാനം എടുക്കുന്ന സമയത്ത് സ്വർഗം നേരത്തെ പറഞ്ഞിരുന്നത് എന്താണ്? നീ ആർക്ക് സ്നാനം നൽകുമ്പോഴാണോ പരിശുദ്ധാത്മാവ് പ്രാപ്ത രൂപത്തിൽ അവന്റെ മേൽ വരുന്നത്, അവനാണ് നിയോഗിതൻ. എന്ന് വളരെ നേരത്തെ ദർശനം കിട്ടി, അത് മനസ്സിലാക്കിയ, ആ റെവലേഷൻ കിട്ടിയ ഏക വ്യക്തിയാണ് യോഹന്നാൻ. But when he is in the prison, he becomes doubtful about the mission or the vocation of Christ Jesus. ക്രിസ്തുവിന്റെ നിയോഗത്തെ കുറിച്ച് അവന് സംശയം വരികയാണ്. യോഹന്നാൻ നിസ്സാരക്കാരനായിരുന്നു. സ്ത്രീകൾക്ക് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ. പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഏതൊരു വിശുദ്ധനും സംശയം ഉണ്ടാകും. അത് യൗസേപ്പിനുണ്ടാകും. അതുകൊണ്ട് യൗസേപ്പിനോട് മുൻപ് ചോദിക്കുകയാണ്, നിനക്കായി വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കന്യക എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ രണ്ട് ആൻസർ സാധ്യതയുണ്ട്. ഒന്നിൽ പാടില്ല, അല്ലെങ്കിൽ കൊണ്ടുപോയാൽ അവൻ കൊണ്ടുപോകണം, തിരിച്ചു കൊണ്ടുവരും. ഈ രണ്ടാംസമല്ലാതൊന്നുമില്ല. അതിനെ കേരളത്തിലേക്കാകാമെന്നോ ഇവിടെ കൊണ്ടുവന്നതാണോ എന്നൊന്നും യൗസേപ്പ് സമ്മതിക്കില്ല. യൗസേപ്പ് നീതിമാനാണ്, നോ ഡൗട്ട് അറ്റ് ഓൾ. നാം ആരും സമ്മതിക്കില്ല. ഈ സംഭവം ഉണ്ടായി കഴിയുമ്പോഴാണ് എന്ന് ഉദാഹരണം പറയുന്നത്. 2005 നവംബർ മാസം 2-ാം തീയതി ഞാൻ എന്റെ ഭാര്യയിൽ പരിമല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ഒരു സാധനെ കാണാനായിട്ട്. സാജൻ നിരണം വലിയ ഇടവാംഗമാണ്. ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളാണ്. അവിടെ വെച്ചൊരു ജനറൽ വീക്ക്നെസ് ഉണ്ടായി. അവിടെ നിന്ന് സാജനെ കൂട്ടുകാരൊക്കെ പറഞ്ഞു ചികിത്സിച്ചിട്ട് കാര്യമില്ല, നാട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് നാട്ടിൽ കൊണ്ടുവന്നതാണ്. എന്റെ ഒരു ബന്ധുവിന്റെ അനിയനാണ് ഈ സാജൻ. ഇവിടെ വന്ന് കുറെ ചികിത്സയൊക്കെ നടത്തിയൊരു പ്രയോജനമില്ല. സ്പൈനലിൽ വളരെ വലിയ വേദന, സഹിക്കാനാവില്ല, ഇരിക്കാൻ കഴിയില്ല, നടക്കാൻ കഴിയില്ല, കിടപ്പ് മാത്രമാണ്. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച്, ഞാൻ വീട്ടിൽ നിന്ന് അറിഞ്ഞനുസരിച്ച് തിരുവനന്തപുരത്ത് ഒരു വലിയ ഹോസ്പിറ്റലിൽ കാണിച്ചു. അവർ നോക്കിയിട്ട് പറഞ്ഞു, ഒരു ഓപ്പറേഷൻ, ഇമ്മീഡിയറ്റ് സർജറി ആവശ്യമാണ്, 90% പരാജയപ്പെടാനാണ് സാധ്യത. പക്ഷെ വിഷയം അത് ചെയ്തില്ലെങ്കിൽ അൺബെയറബിൾ ആയിട്ടുള്ള പെയിൻ ആയിരിക്കുകയാണ്. അതുകൊണ്ട് അത് നടത്തിയേ പറ്റുമെന്ന് പറഞ്ഞു. ഒരൊപ്പിട്ട് കൊടുത്തു, ഓപ്പറേഷൻ നടത്തി. ഓപ്പറേഷൻ പരാജയപ്പെട്ടു. ഈ കഴുത്തിന് താഴോട്ട് കംപ്ലീറ്റ് ആയിട്ട് തളർന്ന അവസ്ഥയിൽ പരിമല ഹോസ്പിറ്റലിൽ പെയിൻ കില്ലർ കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ പോയി കാണും. സാജൻ നല്ലതുപോലെ സംസാരിക്കുന്ന ഒരു വിഷയമില്ല, പക്ഷെ ഇതിന് താഴെയോട്ട് യാതൊരു ചലനവുമില്ല. സാജന്റെ ഭാര്യയുടെ പേരാണ് ഗീത. സാജന് ഒരു 39 വയസ്സ്. അന്ന് ഗീതയ്ക്ക് ഒരു 34 വയസ്സ്. 2 കൊച്ചു കുഞ്ഞുങ്ങൾ. ഞങ്ങള് സാജനെ കണ്ട് സംസാരിച്ച് അവിടെ നിന്ന് പതുക്കെ വീട്ടിലേക്ക് പോരാനായിട്ട് എന്റെ ബൈക്കിന്റെ അടുത്തേക്ക് നടക്കുമ്പോ
ഈ ഗീത എന്റെ കൂടെ നടന്ന് ബൈക്കിന്റെ അടുത്ത് വരുവാണ്. വന്നിട്ട് പറയുക, അച്ഛാ, എന്റെ ഭർത്താവ് ഇങ്ങനെ ക്ഷീണാവസ്ഥയായ നാട്ടിൽ വന്ന് തിരുവനന്തപുരത്ത് ചികിത്സയ്ക്ക് പോകുന്നതിന് മുൻപായിട്ട് തിരുവനന്തപുരം പള്ളി ഇടവാളുകളായിരുന്ന വിശ്വാസം വിട്ട 2 കൊച്ചമ്മമാർ എന്ന് പറഞ്ഞ സ്ഥാനം കൊണ്ട് ആ ഒരു കൊച്ചമ്മക്കാരാണ്, അപ്പന്റെ എന്റെ ഭാര്യമാരാണ്. എന്നോട് പറഞ്ഞു, എന്റെ ഗീതേ, നിന്റെ ഭർത്താവിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് രക്ഷപ്പെടുന്ന പറ്റില്ല, അങ്ങനെയാണല്ലോ, രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞ എന്ന് പറയും. പിന്നെ ആകെ ഒരു മാർഗം ഞങ്ങൾ നോക്കിയിട്ടുള്ളത് എന്താണെന്നറിയാമോ? വിശ്വസിച്ച് സ്നാനമേറ്റാൽ രക്ഷപ്പെടാൻ സാധ്യത കാണും. ഡോക്ടർ തന്നെ പറഞ്ഞു 90% പോക്കാണ്, 10% സാധ്യത എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പൊ ആ ഗീത പറഞ്ഞു, ചരണപ്പള്ളിയില് 2 വൈദികരുണ്ട്, ഒരു വർഗീസ്റ്റാബിനും ഒരു ചെറിയ ജേക്കബിനും ആണ് പുള്ളിയായി. വർഗീസ്റ്റാബിന്റെ കൂടെയുണ്ട്. അവർ 2 പേരും വളരെ റെഗുലറായിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഐ ആം സോ സാറ്റിസ്ഫൈഡ്. എന്റെ പള്ളിയിലെ പ്രാർത്ഥന യോഗക്കാരെല്ലാം കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വളരെ തൃപ്തിയാണ്. അതുകൊണ്ട് ഞാൻ ഇതിനകത്തൊക്കെ ഇങ്ങനെ ഞങ്ങൾ ജീവിച്ചു പോയിക്കോളാം, കൊച്ചന്മാരെ ഒത്തിരി വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ഓപ്പറേഷൻ നടത്തി. ഓപ്പറേഷൻ പരാജയപ്പെട്ടപ്പോ ഈ ഗീതയോട് പറയാ, അച്ഛാ, എന്റെ ഒരു കൊച്ചമ്മ, ഈ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കൊച്ചമ്മ വിളിച്ചിട്ട് ചോദിച്ചു, എടി ഞാൻ പറഞ്ഞത് ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന്. ശവത്തെ കുത്താൻ കഴിയണമെന്ന് ഒരിക്കല് രക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഓപ്പറേഷൻ പറ്റിയില്ല. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ എവിടേക്ക് കിട്ടാം. നമുക്ക് അത്രയൊന്നും ആയിട്ടില്ല, വലിയ താമസമില്ലാതെ നമ്മൾ ആകും ഈ പോക്ക് പോയാൽ. അപ്പോ ഗീത പറയുകയാണ്, ഞാൻ കൊച്ചമ്മയോട് പറഞ്ഞു, കൊച്ചമ്മേ, സ്വർഗത്തിലെ ദൈവമാണ് സാധ്യത ഭർത്താവായിട്ടുള്ളത്. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കണോ വേണ്ട തീരുമാനിക്കുന്ന ആരാണ്? സ്വർഗത്തിലെ ദൈവം തീരുമാനിക്കും. എന്റെ ഭർത്താവിനെ ജീവനോട് തന്നാൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും. അതല്ല, എന്റെ ഭർത്താവ് മരിച്ചാൽ അദ്ദേഹത്തിനോട് എനിക്ക് ലഭിച്ച 2 കുഞ്ഞുങ്ങളെ ഈ സഭയുടെ വിശ്വാസത്തിൽ ഞാൻ ആഴമായി വളർന്നു. കൊച്ചമ്മ വെച്ച് വെള്ളം വാങ്ങി വെച്ചേരെ എന്ന് പറഞ്ഞു. ഉടനെ അവർ പറഞ്ഞു, നീ നല്ലതുപോലെ അനുഭവിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞാ, എന്റെ ഭർത്താവ് ജീവിച്ചാലും മരിച്ചാലും അനുഭവിക്കുന്നത് ഞാനാണ്. അവരോട് പറയുകയാണ്, പക്ഷെ എന്റെ ഭർത്താവ് സാധാരണ ഒരു അവധിക്ക് വന്നാൽ ടിക്കറ്റ് റീകൺഫേംഡ് ആകുന്ന അന്നോട്ട് കരയുന്ന ആളായിരുന്നു ഞാൻ. ഇപ്പൊ എനിക്ക് ഭയങ്കര ധൈര്യം. എവിടെ നിന്നാണ് ഈ ധൈര്യം കിട്ടിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ദൈവം എന്നെ അത്രമാത്രം ശക്തീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ ഗീതയോട് ദൈവം ചോദിക്കുകയാണ്, നിന്റെ സാധന ഞാൻ ചെറിയ ഒരു സാക്ഷ്യത്തിന്റെ വിഷയമാണ്, നിനക്ക് സാധന ചെറിയ അസുഖം കൊടുക്കാൻ പാടും മുൻപ് പറഞ്ഞിരുന്നെങ്കിൽ ഈ ധൈര്യം ഗീതയ്ക്കുണ്ടാവുമോ? ഉണ്ടാവോ? കൊടുത്തതെന്ന് പറയണം. ടിക്കറ്റ് റീകൺഫേംഡ് ആകുന്ന അന്ന് മുതൽ കരഞ്ഞുകൊണ്ടിരുന്ന കരയുമായിരുന്ന ഗീത ഇന്ന് വളരെ ബോൾഡാണ്. എന്താണ് സംഭവിച്ചതിനെ, ദൈവപദ്ധതിയിൽ സംഭവിച്ചതിനെ ഏറ്റെടുക്കുവാനുള്ള ധൈര്യം ഇപ്പോൾ ഉണ്ടായിരിക്കും. ഇത് തന്നെയാണ് യോസേഫിന് ഉണ്ടായത്. അതല്ല യോസേഫിനോട് ഇപ്പോൾ യോജിച്ചിട്ട് എന്നാ പിന്നെ ഈ മറിയാമിനെ ഞാനങ്ങ് ഏറ്റെടുക്കുകയാണ്, അവളൊരു പുത്രൻ ജനിക്കാൻ പോവുകയാണ്, നീ ഇനി തൊട്ടെ കെയർടേക്കർ ആയിരിക്കണം എന്നൊന്നും പറഞ്ഞാൽ യോസേഫ് എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞ 2 സാധ്യതയുള്ളൂ. ഒന്നിൽ കൊണ്ടുപോകാൻ, അതിലൊക്കെ കൊണ്ടുപോകണം, തിരിച്ചു കൊണ്ടുവരരുത്. ഇതില്ലെന്ന് വരില്ല, തരാൻ പറ്റില്ല. ഈ 2 ഉണ്ടാവുമായിരുന്നില്ല. നാം തിരിച്ചറിയേണ്ടത്, ഈ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന സമയത്തല്ല, പലപ്പോഴും നമുക്കൊരു ധാരണയുണ്ട്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് നാം ആഗ്രഹിക്കുമ്പോഴാകണം എന്ന് നാം തീരുമാനിക്കുന്നു. ഇതിലൊരു മടങ്ങിപ്പോക്ക് നമുക്ക് ആവശ്യമാണ്. സ്വസ്തോസിന്റെ ക്രമം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കുർബാന തക്സയിൽ ഒരു ക്രമമുണ്ട്. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന കഴിഞ്ഞിട്ട് അതിനകത്തുള്ള പ്രാർത്ഥന, ദൈവമായ കർത്താവേ, ഞങ്ങൾ ഉപദ്രവവും നഷ്ടവും വരുന്ന സകലത്തെയും ഗുണകരവും പ്രയോജനകരവുമായി വേഗത്തിലും എളുപ്പത്തിലും വ്യത്യാസപ്പെടുത്തണമെന്ന് എനിക്ക് ആ പ്രാർത്ഥന യോജിപ്പില്ല. കാരണം ഈ വേഗത്തിൽ എളുപ്പത്തിൽ എന്നുള്ളത് കാലക്രമത്തിൽ നമുക്ക് വന്നുപോയ ഒരു കുഴപ്പമാണ്. യഥാകാലത്തിൽ പ്രാർത്ഥിക്കാൻ പഠിക്കണം.
ആരാണ് തീരുമാനിക്കേണ്ടത്? നമുക്ക് ഉപദ്രവവും കഷ്ടവും വരുത്തുന്നതിന് ഗുണപരവും പ്രയോജനകരമായി മാറണം. പക്ഷെ അതാരാണ് തീരുമാനിക്കേണ്ടത്? ദൈവം തീരുമാനിക്കുന്ന സമയത്താണെങ്കിൽ എന്താ പറയേണ്ടത്? വേഗത്തിൽ എളുപ്പത്തിലും എന്നല്ല പറയേണ്ടത്. യഥാസമയം അവിടെ വരെ നോക്കിയിരിക്കാൻ കഴിയണം. നമുക്കിന്നത് കഴിയുന്നില്ല. സഭയെ പോലെ വാദിച്ചപ്പോഴതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പ്രാർത്ഥന. ഞാൻ പറയുന്ന സമയത്ത് ദൈവം എന്നിൽ ഇടപെടണമെന്ന് പറയാൻ മാത്രം നമ്മൾ വളർന്നിരിക്കുന്നു. ലോകം വളർന്നിരിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് മനസ്സിലാതെ വന്നിരിക്കുന്നു. അവിടെയാണ് എത്ര കൺവെൻഷൻ കേട്ടിട്ടും പ്രയോജനമില്ലാത്ത ജീവിതം ഉണ്ടാകുന്നത്. കൺവെൻഷൻ എടുത്താൽ പ്രയോജനം ഉണ്ടാകും, കുർബാന അനുഭവിച്ചാൽ പ്രയോജനം ഉണ്ടാകും, കവചാശയങ്ങൾ സംബന്ധിച്ചാൽ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. പക്ഷേ ഇവയൊക്കെയും ദൈവത്തെ ഇറക്കിക്കൊണ്ടുവരുന്നതല്ല, ദൈവത്തോട് ചേർന്ന് നിൽക്കാനാണ് എന്ന ബോധ്യം ഉണ്ടാകും. അവിടെയാണ് മാറ്റം ഉണ്ടാകും. അതിനുവേണ്ടി കഴിയുമെന്നുള്ളത്, അത് കഴിയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതുകൊണ്ട് ദൈവ ഇഷ്ടം അത് എപ്പോഴാണ് സാധിക്കുന്നത്? God may not be early, but he is never late. He is right on time. If he is right on time, we have to wait for the appointment. ആ ദൈവ പദ്ധതിക്ക് വേണ്ടി നമുക്ക് പാർക്കാൻ ഉത്തരവാദിത്വം. നമ്മൾ പറയുന്ന സമയത്ത് ദൈവം ഇടപെടുമെന്ന് പറയുന്നത് ന്യായമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഈ വാസ്തവത്തിൽ നമുക്ക് ഈ ജീവിതത്തിന്റെ ഈ ഫുൾനെസ് എപ്പോഴാണ്? നമുക്കറിയാമല്ലോ, കർത്താവ് ഈ മനുഷ്യാവതാരം ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ, ഈ മനുഷ്യൻ ആദ്യം തെറ്റിയപ്പോൾ കർത്താവ് മനുഷ്യാവതാരം ചെയ്തില്ല. നോഹയുടെ കാലത്ത് നശിപ്പിച്ചപ്പോൾ ചെയ്തില്ല. യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തതിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നത് എന്താണ്? കാലസമ്പൂർണതയിൽ അവൻ സ്ത്രീയിൽ നിന്ന് ജനിച്ചുവെന്നാണ്. നമ്മുടെ കുമാരന്റെ ഒരു സദാൽ പറയുന്നുണ്ട്, അനാദിയിൽ മാതാവില്ലാതെ മഹനീയനായ പിതാവിന് ജാതനാവുകയും കാലത്തികവിൽ അഭിമാനിയായ മാതാവിൽ നിന്ന് ശാരീരിക പിതാവില്ലാതെ ജനിക്കുകയും ചെയ്തവനായി സ്വർഗത്തിൽ ഇറങ്ങി വന്ന സ്വർഗീയ കുഞ്ഞാണ് എന്നാണ് കർത്താവ് പറയുന്നത്. എപ്പോഴാണ് ഇറങ്ങി വന്നത്? കാലത്തികവിൽ, ഇൻ ദ ഫുൾനെസ് ഓഫ് ടൈം. എനിത്തിങ് belongs to divine economy happens only in the fullness of time. അത് ഈ അവസരമായിരുന്നാലും എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നതിനെ കുറിച്ചായിരുന്നാലും എന്തായിരുന്നാലും അവിടെ നടക്കുള്ളൂ. നമുക്ക് ഈ കർത്താവ് ജനിച്ച സമയത്ത് there are so many children below 2 years killed for the sake of Christ. കർത്താവിന് വേണ്ടി കൊല ചെയ്യപ്പെട്ട കുറെ കുഞ്ഞുങ്ങൾ 2 വയസ്സിൽ താഴെയുള്ള ഭയങ്കര ഒരു പ്രയാസം നമുക്ക് ആ ഭാഗം വായിക്കുന്നു. ഇല്ലയോ? എന്തോരം അന്ധക്കമാണ് കാണിച്ചതെന്ന് തോന്നുന്നു. ഇത്രയും ആവശ്യം ഉണ്ടാകണോ എന്നൊരു തോന്നുന്നു. ഇല്ലേ? അങ്ങനെ തോന്നില്ലേ ആ ഭാഗം വായിക്കുമ്പോൾ? കർത്താവിൽ നിന്ന് ജീവിക്കാൻ പറക്ക പറ്റാത്ത ഈ കുഞ്ഞുങ്ങളെ കൊല്ലേണ്ടത് ആവശ്യമായിരുന്നോ എന്നൊരു തോന്നല്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ആൾ എത്ര വയസ്സിലാണ്? 70, 80 വിചാരിച്ചോ? ഈ 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ചെയ്ത് കർത്താവിനോട് ചെയ്യാൻ 80 വയസ്സിലാക്കി കഴിയുന്നുണ്ടോ? ഉണ്ടോ? 100 വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ട് ഈ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ കർത്താവിന് ജീവിക്കാൻ അവന് വേണ്ടി മരിക്കാൻ കഴിയും. കർത്താവിന് ജീവിക്കാൻ അവന് വേണ്ടി മരിക്കാൻ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞുവെങ്കിൽ 90 വയസ്സും 100 വയസ്സും ഒക്കെ ആയിരിക്കുന്ന, അല്ലെ അവിടെ വരെ വളരുന്ന, അവിടെ വരെ ആകാൻ അവസരം കിട്ടുന്ന നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൽ കഴിഞ്ഞത് കർത്താവിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നു. ഇല്ലെങ്കിൽ അവർ ഭാഗ്യവാന്മാരല്ലേ? അല്ലേ? ഇനിയിപ്പോ ആ പ്രയാസം മാറുന്നു. ആ കുഞ്ഞുങ്ങളുടെ നാമത്തിൽ ചെങ്ങന്നൂർ ഡയസിസിൽ മെഴുവേലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പള്ളിയുണ്ട്. ഹോളി ഇന്നസെൻസ് ഓർത്തഡോക്സ് ചർച്ച് മെഴുവേലി. പാമോസായെ കുറിച്ച് പറയുന്നത് അറിയാമോ? നമ്മളൊക്കെ സ്നാനമല്ലോ. ബാപ്റ്റിസം ഈസ് ദ ഇൻവിറ്റേഷൻ ടു ഡൈ ഇൻ ആൻഡ് ഫോർ ക്രൈസ്റ്റ് എന്നാണ് പറയുന്നത്. ക്രിസ്തുവിൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കാനാണ് ക്ഷണപത്രമാണ് എന്ത് ബാപ്റ്റിസം. വേദപുസ്തകത്തില് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള 66 പുസ്തകങ്ങളല്ലാതെ അപ്പോക്രിഫ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറെ പുസ്തകങ്ങൾ. അതിനകത്ത് വിസ്ഡം ഓഫ് സോളമൻ എന്ന് പറഞ്ഞിട്ട് പുസ്തകമുണ്ട്. അതിന് 4-ാമത്തെ അധ്യായം വായിക്കുമ്പോ അതിമനോഹരമായ ഒരു വാക്യം അവിടെയുണ്ട്. ചെറുപ്പത്തിൽ മരിക്കുന്നവരെ കുറിച്ച് പറയുകയാണ്, being perfected in a short time he fulfilled
fulfill long years എന്നാ പറയുന്നത്. Being perfect in a short time, he fulfilled long years. എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, വാർദ്ധക്യം എന്ന് പറയുന്നത് എണ്ണി തിട്ടപ്പെടുത്താനുള്ള പ്രയാസപ്പെടുന്ന വർഷങ്ങളുടെ സംഖ്യയല്ല, നരച്ച മുടിയല്ല. യൂണിവേഴ്സിറ്റിന്റെ നരച്ചു തുടങ്ങിയിട്ടുണ്ട്. നരച്ച മുടിയല്ല ഈ വാർദ്ധക്യം എന്ന് പറയുന്നത്. When you are perfect and mature, die for Christ. അത് 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾ വാർദ്ധക്യത്തിൽ മരിച്ചു. 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ വാർദ്ധക്യത്തിൽ മരിച്ചു. അവരാണ് ശരിയായിട്ടുള്ള വാർദ്ധക്യം എന്ന് പറയുന്നത്. 100 വയസ്സൊന്നുമല്ല, 100 വയസ്സായിട്ട് ഇതുവരെ വാർദ്ധക്യമായിട്ടില്ലാത്തവർ എന്ന് പറഞ്ഞാൽ കർത്താവ് അവരുടെ പദ്ധതിയൊന്നും ഇല്ലാതെ മനസ്സിലായിട്ടില്ല. ഇപ്പോഴും മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെ ഇവിടെ പരമാവധി ജീവിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണല്ലോ രാവിലെ ദൈവത്തിന്റെ കൊണ്ട് പാട്ട് പാടുന്നില്ലാത്തതുകൊണ്ട്, ഈ രാവിലെയുമായിട്ടൊന്നും വീട്ടിൽ പാടുന്നില്ലാത്തതുകൊണ്ട് വേദവിരുദ്ധം സംഭവിക്കുന്നത്. മറ്റേ രാവിലെ എഴുതി പാട്ട് പാടും, എവിടെല്ലാം ഈ നിശ്ചയിൽ മൃദു നടന്നിട്ടുണ്ട് പലനെ അവയിൽ തന്നെ പരിപാലിച്ച കൃപയ്ക്ക് പാടുന്നില്ല. ദൈവത്തിന്റെ കൊണ്ട് വേദവിരുദ്ധം ഉണ്ടാകണ്ട എന്ന് വിചാരിക്കാൻ പാടാതെ എവിടെല്ലാം ഈ നിശ്ചയം എന്ന് പറഞ്ഞെന്തുവാ? രാത്രി മരണമുണ്ടായിട്ടുണ്ട് കർത്താവെ അവയിൽ തന്നെ പരിപാലിച്ച കൃപയ്ക്ക് ധാരാളം പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. അറിയാം, കർത്താവെ കഴിഞ്ഞ ആഴ്ച ഒത്തിരി പേര് പോയി, ഇന്നലെ പോയി കുറച്ച് പേര്. അന്നൊരു മണ്ണ് വന്ന് ഇവിടെ അവസരം തന്ന കൃപയ്ക്ക് 1000 വലിയ ഇന്നലെ രാത്രി കർത്താവിന് വേണ്ടി മനുഷ്യരെ പുറത്തായി പ്രാർത്ഥിക്കുന്നത്. എന്താ? നീ മനുഷ്യമാകാനുള്ള പരിപാടി മനസ്സിലായോ? അത് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥിക്കേണ്ടത് എന്താ? കർത്താവ് ഈ നിമിഷം കാണാൻ കഴിയാതെ പോയിട്ടുള്ളവരെ തിരുസന്നിധിയിൽ വിശ്രമിപ്പിക്കണമേ. ഒരു നിമിഷം കൂടെ കാണാൻ എനിക്ക് അവസരം ഉണ്ടായത് തിരുവനന്തപുരത്തിന്റെ മർമ്മങ്ങളെ ബോധ്യപ്പെടുവാനും കൗദാശ അനുഭവത്തിൽ മുന്നേറുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനുമാകുന്ന ബോധ്യം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ഇതാ പ്രാർത്ഥിക്കേണ്ടത്. അതിനവരെ മോശം പ്രാർത്ഥിക്കും. എന്താണ്? അടിപൊളി പ്രാർത്ഥനയാണ്. കമൊക്കെ ചായും, ഒരു കുഴപ്പമില്ല. കഴിഞ്ഞ രാത്രി ഇത്രയും പേര് പോയപ്പോ എന്തിനാണ് ജീവിക്കുന്നേ? എന്തിനാ ജീവിക്കുന്നത്? ഒരു പ്രഭാതം കൂടെ തന്നെ സ്തുതിപ്പാൻ അയ്യോ, കമ്പാരിസൺ ഇല്ലായിരുന്നാണ്. ദൈവമേ പ്രഭാതത്തിനായി സ്തോത്രം, ഈ പ്രഭാതത്തിൽ സ്തുതിക്കേണ്ട അവസരത്തിനായി സ്തോത്രം, ഈ പകൽ പുതിയ ദർശനം നൽകണമേ, അത് പൂർത്തീകരിക്കാൻ ശക്തീകരിക്കണമേ. ഒരു കുഴപ്പമില്ല, പ്രാർത്ഥിച്ചു. പക്ഷേ ഈ പകൽ കാണാൻ അനേകം പേർക്ക് കഴിയാതെ പോയപ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെ പോയെന്ന് അറിയാമോ? ഇനി അവർക്ക് വിശപ്പില്ല, അവർക്ക് ദാഹമില്ല, പാപം ചെയ്യാൻ കഴിയില്ല, ലോകത്തെ തോൽപ്പിക്കാൻ കഴിയില്ല. ഈ ലോകത്തിന്റെ എല്ലാ പരിമിതികളെയും അതിജീവിച്ച് കർത്താവിനോടുകൂടെ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ് ഇത് വിട്ടുപിരിഞ്ഞ് ജീവിക്കാൻ എനിക്ക് അധികം ആവശ്യമുണ്ട്, അത് അത്യുത്തമമല്ലോ, പ്രൊമോട്ടഡ് ടു ഗ്ലോറി എന്ന് പറയുന്നതിലേക്ക് അവർ പോയത്. അവരെ ഓർത്താണ് ഈ പിഴുക്കൾ വീണ്ടും പ്രാർത്ഥിക്കുന്നത്. എല്ലാം പിടികിട്ടി, മനസ്സിലായല്ലോ? അവരുടെ 1-ാം ഭാഗം മാറ്റിയാണ് ഇനി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് അവരെ പോലെ കൂടുതൽ ആർജിപ്പാൻ അവസരത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. നേരത്തെ ഒരിക്കലായതുകൊണ്ട് അവരെ പോലെ കൂടുതൽ ആർജിപ്പാൻ അവസരത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം. അതായിരിക്കും നല്ലത്. ഇല്ല, ഒരിക്കലും ഒരുക്കാൻ പറ്റുകയില്ല. അന്നേരം നമ്മുടെ ധാരണ ഈ മണ്ണും പൊന്നുമൊക്കെയാണ് ഈ ജീവിതത്തിന്റെ അന്തസ്സെന്നുള്ളതാണ്. ഏറെ വ്യത്യസ്തരാകണം. ഇവിടെ കുറെ പേര് ദിവസവും ടിവിയിൽ കൂടെയും മറ്റു പ്രസ്ഥാനങ്ങളിലൂടെയും സുവിശേഷം പറയുന്നത് കേട്ടിട്ട് അതാണ് സഭയുടെ സുവിശേഷം വിശ്വസിക്കാൻ തുടങ്ങിയാൽ ഒരിക്കലും ക്രിസ്തീയ സാക്ഷ്യത്തിൽ ജീവിക്കാൻ കഴിയും. ഉള്ള കാര്യം വെച്ച് പറയാം. അമേരിക്കയിലായാലും പറ്റില്ല, അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങാൻ ഇവിടെ അവസരം കിട്ടിയാൽ primarily we are here to prepare for the kingdom of God. മറ്റൊന്നും വേണ്ടിയല്ല. നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറിയപ്പോ നമുക്ക് ദൈവമായിട്ട് ബന്ധമില്ലാതെ മാറിയിട്ടുണ്ട് എന്നുള്ളത് 2.5 മാസം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കൂടെയാണ്. ഇവിടെ മാത്രമല്ല, നാട്ടിലെ കാര്യം കൂടെ പറയാം. നിങ്ങളൊക്കെ ആവശ്യം മതി. രാവിലെ വൈകിട്ടുണ്ട് കാനിക്കൽ പ്രേയേഴ്സ്, സഭയുടെ ഔദ്യോഗിക ആരാധനാക്രമം ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാ വീട്ടിലും, ഞാൻ എല്ലാ വീട്ടിലും കണ്ടു. എത്ര വീടുകളിൽ പ്രാർത്ഥിക്കുന്നു? അത് പറഞ്ഞ് കിടക്കുന്നതല്ലാതെ എത്ര വീടുകളിൽ നിങ്ങൾ നോടി വെച്ചാൽ മതി. രാവിലെ 7:30 പോകേണ്ട വിദ്യാർത്ഥികളുടെ വീട്ടിൽ 7 മണിക്ക് കുട്ടി എഴുന്നേൽക്കും. രാവിലെ 7 മണിക്ക് ബസ് വരുന്നത് 6:30 എഴുന്നേൽക്കും. എന്തുകൊണ്ടാണ്? 1/2 മണിക്കൂർ നേരത്തെ എഴുന്നേറ്റ് എല്ലാവരും ഒരുമിച്ച്, ഒരുപക്ഷെ പേരൻസ് ഒരാൾ ജോലിക്ക് പോകുന്നതായിരിക്കാം. പക്ഷെ 2 കുട്ടികളുണ്ടെങ്കിൽ 7:15 ബസ്സിന്
ചോദിച്ചാൽ ഈ സഭയ്ക്ക് നാളെ യാതൊരു ശോഭന പറയുണ്ടാവില്ല, സംശയിക്കേണ്ടതില്ല. എന്തിന്റെ പേരിലാണ്? 7:30 ബസ് ഒരു ദിവസം 7 മണിക്കാണ് വരുന്നതെങ്കിൽ കുഞ്ഞുങ്ങൾ 6:00 നമ്മൾ ഈ ലോകത്തിൽ ഇത് മറക്കണ്ട. നമുക്കൊരു ഓഫീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഓഫീസിലായിരിക്കും. നമ്മുടെ ഒരു ധാരണ എന്താണെന്നറിയാമോ? എന്റെ നിങ്ങളുടെ ഒരു ധാരണ, if you are in the office, it is for our livelihood. ഇതാണ് നമ്മുടെ ധാരണ. I would like to say to you, your office is also for the transmission of the grace of God. Primarily, same so. അടിസ്ഥാനപരമായി ദൈവകൃപയുടെ യാതൊരു വേണ്ടിയാണ് നിങ്ങൾക്ക് ഔദ്യോഗികമായ ജീവിതം കിട്ടുന്നെങ്കിൽ പോലും അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ലൈബ്രറി എന്ന് പറയുന്നുള്ളൂ. നിങ്ങൾ ഓർമ്മമാക്കണം, ഞാൻ പോയ പള്ളികളിലൊക്കെ പറഞ്ഞു, അമ്മയുടെ വിധത്തിൽ ജനിച്ച് ജീവിക്കുന്ന ഒരു കുഞ്ഞിനെ ഒരു അമ്മയുടെ വിധത്തിൽ ജനിച്ച് ജീവിക്കുന്ന ഒരു കാലിന്റെ ആവശ്യമുണ്ട്. കണ്ടോ, നിങ്ങൾ ഒത്തിരി പേര് മെഡിക്കൽ ഫീൽഡിലുള്ളവരായിരുന്നു. അമ്മയുടെ വിധത്തിൽ ജീവിക്കാനായിട്ട് കാലിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? കൈയുടെ ആവശ്യമുണ്ടോ? കണ്ണിന്റെ ആവശ്യമുണ്ടോ? But all those organs are formed in the womb of mother, because that word is the preparation period for the word to come. This word, if the child lacks in that word, he would not have words in this world. അതുകൊണ്ട് ഇവിടെ നടക്കാറുണ്ട്, അവിടെ വെച്ചുണ്ടാകണം. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ദൈവരാജ്യം എന്ന് പറയുന്ന ലോകത്തിന് വേണ്ടി, അൾട്ടിമേറ്റ് ഫാമിലിക്ക് വേണ്ടിയുള്ള ഒരുക്കാരമാണ് ജീവിതമെങ്കിൽ അവിടെ നടക്കാനുള്ള കാലം ഇവിടെ ഉണ്ടാകില്ലെങ്കിൽ, whatever may be our intellectual strength, whatever may be our financial strength, no use at all. Everything will be null and void. നമ്മൾ ചുമ്മാതെ പറഞ്ഞു നടത്തുന്ന കാര്യമില്ല. ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കത്തിന് കാലമാണിത്. ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കാനുള്ള ലോകം എന്തെന്ന് പറഞ്ഞൊരു കാര്യമില്ല. But we have to come back. മടങ്ങി വന്നേ പറ്റൂ. അല്ല, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾ ചിന്തിച്ചു നോക്കുക, there's a considerable gap between two generations in a family. I really understand that it is mainly because of the lack of your family prayers in your families. സംശയിക്കണ്ട, ഇവിടെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും ഈ സാധനം ഇല്ലാതിരിക്കുന്ന വീട്ടിൽ ഒരിക്കലും 2 തലമുറ ഒരു ബന്ധവും. നമ്മളൊന്നും നമ്മുടെ ബാഹ്യമായിട്ട് പെരുമകളായിട്ട് ഒന്നും കാണി ദൈവസം രക്ഷപ്പെടാൻ ശ്രമിക്കണം. നമ്മൾ ശരിക്കും ഒറിജിനിലേക്ക് മടങ്ങി വന്നേ പറ്റൂ. There's no alternative at all. ഒരു മാറ്റമില്ല, ഇതിന് പകരപ്പെടാനൊന്നുമില്ല. സംശയിക്കേണ്ട കാര്യമില്ല. എനിക്ക് തോന്നാൻ പ്രയാസമില്ല. അതുകൊണ്ട് ഈ സുവിശേഷത്തിന്റെ തിരുവരി പറഞ്ഞ പോലെ കേട്ടേക്ക് പോകുന്നതല്ല, ഇതിനർത്ഥം എന്താണ്? ഈ സുവിശേഷത്തിന് അർത്ഥം ഉണ്ടാകണം. ഈ സുവിശേഷത്തിന് അർത്ഥം ഉണ്ടാകണമെങ്കിൽ ഈ പറയുന്ന സത്തായ ഭാവത്തിലേക്ക്, എസൻസിലേക്ക്, ബീയിങ്ങിലേക്ക് യു ഹാവ് ടു കം ബാക്ക്. ഐ ഓൾസോ മടങ്ങി വന്നേ പറ്റൂ. ആക്ച്വലി ഇറ്റ്സ് ദ ക്രൈസിസ് ഫോർ എക്സിസ്റ്റൻസ്, വെരി എക്സിസ്റ്റൻസ്. മറക്കേണ്ടതില്ല. നമ്മളെ കൂട്ടി വെച്ചിരിക്കുന്ന ഒന്നും കൊണ്ടു എനിക്കറിയാം. ഇവിടെ കൂട്ടി വെക്കാൻ എല്ലാം കാണുമ്പോൾ വരുത്താൻ രക്ഷപ്പെടുന്നു എനിക്കറിയാം. എന്നിരുന്നാലും ഞാൻ പറയും, ഇതൊന്നുമല്ല ജീവിതം. ഇതൊക്കെ ആവശ്യമാണ്, അല്ലെന്ന് ഞാൻ പറയുന്നു. ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്നുള്ളത് അറിയാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. You have to pay more for that life. ഒളിച്ചു കളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ നോക്കുക, എനിക്ക് തോന്നുന്നു 2% കൂടുതലില്ല ഫാമിലി പ്രേയേഴ്സ് നടക്കുന്ന വീടുകൾ ഇവിടെ ഇന്ത്യയിൽ. തർക്കിക്കണ്ട. ഞാൻ സ്വർഗസ്ഥനായ മലയാളത്തിലിടാം, പ്രായമുള്ളവരോട് പറയാം, അല്ലെങ്കിൽ കാരണം ഇടാം. ഞാൻ ശ്വാസം എടുക്കാൻ നിർത്തിപ്പോയി പോയി സാധനം കേട്ടോ. ഞാൻ ശ്വാസം എടുക്കാൻ ഇടയ്ക്കുന്ന ശ്വാസം എടുക്കാൻ ഒരു കമ്മ ഇല്ലെന്നുണ്ടെങ്കിൽ ശ്വാസം എടുക്കാൻ ഞാൻ നിർത്തിപ്പോയെങ്കിൽ സംഭവം പോയി. ഞാൻ കവിയൂർ സുബേപ്പള്ളിയിൽ അധികാരിയായിരുന്നത്. അച്ഛൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ ഞാൻ കല്ലൂപ്പാറ വെല്ലുവിളി ഇടവാങ്ങുമാണ്. ഞാൻ ഡയസിസ് കല്ലൂപ്പാറ വെല്ലുവിളി ഇടവാങ്ങുമാണ്. കവിയൂർ ശ്രീബാപ്പള്ളിലാണ് ഞാൻ അധികാരിയായിട്ടിരുന്നത്. ഞാൻ ഒരിക്കൽ
കുർബാന കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, 15 വയസ്സിനും 40 വയസ്സിനുള്ള ഇടയ്ക്കുള്ള ആരെങ്കിലും എന്റെ മുറിയിൽ വന്ന് മാലാഖമാരുടെ സ്ലിപ്പ് ചൊല്ലിക്കേൽപ്പിച്ചാൽ 5000 രൂപ കൊടുക്കാം. എനിക്ക് ഉറപ്പാണ് എന്റെ പൈസ പോകില്ല. നമ്മുടെ പിള്ളേർക്ക് ഐക്യ കൂടുതല. ഒരാഴ്ച കൊണ്ടൊക്കെ പഠിച്ചു വിടണമെന്ന് കേൾപ്പിക്കും. പിറ്റേ ഞായറാഴ്ച ഒരു അവസരം കൊടുക്കും. അപ്പൊ ഞാൻ വേറെയൊന്നും വേണ്ട, ഞാൻ ടെസ്റ്റ് ചെയ്യും, ഇത് വീട്ടിൽ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ എനിക്ക് കേൾക്കേണ്ടി. ടെസ്റ്റ് ചെയ്യാൻ മാർക്കൊക്കെ എന്റെ കയ്യിലുണ്ട്. അപ്പുറം ഇപ്പുറമുള്ള പ്രാർത്ഥന ചോദിച്ചാൽ അപ്പൊ ഇൻസ്റ്റന്റ് ആണോ ട്രഡീഷണലി പഠിച്ചാണോ എന്ന് മനസ്സിലാവും. പ്രിയമുള്ളവരെ, ഇത് വളരെ സീരിയസ് ആണ്. നമുക്ക് ദൈവത്തിന്റെ ഇന്റർവെൻഷൻ ജീവിതത്തിൽ മനസ്സിലാക്കാൻ, ഈ അവസരത്തിൽ മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി മനുഷ്യരിൽ ഇറങ്ങുന്നതിനെ കുറിച്ച് ശരിയായ അവബോധം ഉണ്ടാകും. അങ്ങനെ വരുമ്പോ ഞാൻ ദൈവപദ്ധതി എങ്കിൽ സാധൂകരിക്കപ്പെടുവാനായിട്ട്, ദൈവ ഇഷ്ടം നടക്കേണ്ടതിനോട് ചേർന്ന് നിൽക്കാനായിട്ട് എനിക്ക് കഴിയുമെന്നുള്ളതിനെ തിരിച്ചറിയാനായിട്ട് ഇടയാണ്. രണ്ടാമത് ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നത്, ഈ അവസരത്തിന് ദർശനം കിട്ടി. ഈ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ പൂർണ്ണമായി സ്വീകരിക്കാനായിട്ട് ഈ അവസരത്തിന് കഴിഞ്ഞ എന്തുകൊണ്ടാണെന്നറിയാം. 22ാമത്തെ വാക്യത്തിൽ പറയുന്നു, അത് കൊട്ടേഷനാണ്. ഐശ്യ 7:14 അവിടെ നിർത്തിയിരിക്കുന്ന ഒരു കൊട്ടേഷൻ. മത്തായി സ്ലീഹ പറയുകയാണ്, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ദൈവം നമ്മോടുകൂടെ അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടുമെന്ന് പ്രവാചകൻ മുഖാന്തരം കർത്താവ് അരുളിച്ചേർത്തത് ഇവിടെ നിവർത്തിയായിരിക്കും. അത് മത്തായി സ്ലീഹയുടെ ഇത് ചെയ്തു വന്നപ്പോ, ഈ ദർശനം എഴുതിയപ്പോ അദ്ദേഹം ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യം ഞാനത് രണ്ടും വ്യത്യസ്തമായി കാണാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയുന്നത്, യൗസേപ്പിന്റെ ജീവിതത്തിന്റെ ഒരു ബോധ്യമാണ്. യൗസേപ്പിന് ഈ ഒരു വേദഭാഗവുമായിട്ട് വളരെ ബന്ധമുണ്ടായി. യൗസേപ്പിന് ദർശനം കിട്ടുമ്പോ ഉറക്കം വരുന്നതിന് മുൻപ് തന്നെ ഈ ദർശനത്തെ തന്റേതായി മാറ്റാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? യെശയ്യാ പ്രവചനം 7:14 അത് അവന് വളരെ പരിചിതമായി. കന്യകാ ജന്മത്തെ കുറിച്ചുള്ള പ്രവചനവാക്യം യൗസേപ്പിന് വളരെ പരിചിതമായതുകൊണ്ടാണ് ദർശനം ഉണ്ടായപ്പോൾ തർക്കം കൂടാതെ അതിനെ സ്വീകരിക്കാനായിട്ട് കഴിഞ്ഞത്. ഇങ്ങനെ ഒരു കന്യകാ ജന്മം തനിക്കും അറിയാം, കാരണം താൻ നീതിമാനാണ്, ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്നയാളാണ്. പക്ഷെ ഇതൊരിക്കലും അവന്റെ സംരക്ഷകൻ ഞാനായിരിക്കും അവൻ ധരിച്ചിരുന്നില്ല. ദൈവത്തിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്കതിനെ ഉൾക്കൊള്ളാനായിട്ട് ജീവിതത്തിൽ കഴിയണമെങ്കിൽ നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് തിരുവചനവുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ്. Possession of the Holy Scripture in our life. തിരുവചനത്തിന് ഇന്ന് നമ്മിൽ എന്ത് സ്ഥാനമുണ്ട്? യൗസേപ്പിന് തിരുവചനവുമായി നല്ല ബന്ധമുണ്ടായിരുന്നത് കൊണ്ട് ഈ ദർശനം കിട്ടിയപ്പോൾ അവന് സംഭവം അറിയാം, പ്രവചനവാക്യം അറിയാം, കന്യകാജനത്തെ ഒരു പ്രതീക്ഷയുണ്ട്. താനാണ് അതിന്റെ സംരക്ഷകനെന്ന് ഒരിക്കൽ പോലും കരുതി. ഈ ദർശനം ഉണ്ടായപ്പോൾ ആ ദർശനത്തെ മുഴുവൻ അർത്ഥത്തിൽ ചേർത്ത് വെക്കാൻ യൗസേപ്പിന് കഴിഞ്ഞ എന്തുകൊണ്ടാണ്? ഈ തിരുവചനം അവൻ വളരെ ഹൃദയസ്ഥമായ ബൈഹാർട്ടായിരുന്നുകൊണ്ടാണ്. ഇന്ന് ദർശനം എന്ന് പറയുന്നത് രാത്രി വലിയ വല വിരിച്ചു പോലെ കണ്ടു, അതിലെ വായനൊക്കെ പറഞ്ഞു, ഇതൊന്നുമല്ല ദർശനം. ദർശനം എന്ന് പറയുന്നത് സഭയിൽ പരിശുദ്ധാത്മാവിനാൽ ജീവിക്കുന്ന ഒരുവന് തിരുവചനത്തോടും പിതാക്കന്മാരുടെ പഠിപ്പിക്കലോടും ഏറെ ബന്ധമുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തോട് ദൈവത്തിന്റെ പദ്ധതിക്ക് പറയാനുള്ളത് അവന് സ്വാഭാവികമായി ഉൾക്കൊള്ളാനായിട്ട് കഴിയും. അതാണ് ദർശനം. ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇങ്ങനെ ഇനി ഒരിക്കലും യൗസേപ്പിന് ഗബ്രിയേൽ മാലാഖ വന്ന് കൊടുത്തതുപോലെ രാത്രിയിൽ നമ്മുടെ ഉറക്കത്തിൽ ഒരു മാലാഖ വന്ന് ഇവിടെ നിന്ന് ദൈവികമായിട്ട് പദ്ധതി
വചനമെന്ന് ഞാൻ നമ്മുടെ തിരുവനന്തപുരം വാക്കുകയും ഉപയോഗിച്ച് ഈ നാട്ടിൽ മരണമുണ്ടാകുന്ന വീട്ടിൽ വരുന്ന കഥകാരെല്ലാം കയറി പറയുന്നൊരു വാക്കുണ്ടെന്നതാണ് അനുശോചനം. അവനെന്തൊരു സംഘമാണെന്നറിയാമോ? വരികയും പോവുകയും ചെയ്യുന്ന എല്ലാ അനുശോചനം എന്ന് പറഞ്ഞ പോലെ ഉപയോഗിച്ച് അർത്ഥം പോയൊരു വാക്ക വചനം. നമ്മുടെ ഓണത്തിനൊക്കെ നാട്ടിലുണ്ടായിരുന്നു 5 വെള്ളക്കായിട്ട് ഇങ്ങനെ വേണ്ടിട്ട് അമ്മാനമാടുക പറയും എന്ന് പറഞ്ഞ പോലെ ആരും ചോദിക്കാതെ ഇഷ്ടമുള്ള പോലെ അമ്മാനമാടാൻ പറ്റുന്ന സാധനമായിട്ട് മാറി എന്തുവാ വചനം. അതുകൊണ്ട് ഞാൻ തിരുവചനം എന്ന് പറയാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. വേദപുസ്തകത്തിൽ വചനം കാണുന്നത് ഞാൻ തിരുവചനം മാറ്റി വായിക്കുക. ഇഷ്ടം പോലെയൊക്കെ അമ്മാനമാടാവുന്ന അവൻ ആഗ്രഹിക്കുന്ന പോലെ അമ്മാനമാടാകുന്ന ഒരു സാധനമായിട്ട് മാറും ഈ വചനം എന്ന് പറയുന്നത്. തിരുവചനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നിന്ന് സഭയ്ക്ക് ഉൾക്കൊള്ളുവാനായിട്ട് ചില കാര്യങ്ങളുണ്ട്. ഈ തിരുവചനം സഭയെ കുറിച്ച് പറയുന്നത് എല്ലാം നിറയ്ക്കുന്നവരുടെ നിറമെന്നാണ്. എഫേസ്യരുടെ 1-ാം അധ്യായം 20-ാമത്തെ വാക്യം പറയുന്നു. എല്ലാം നിറയ്ക്കുന്നവരുടെ നിറമാണ് അവരുടെ ശരീരമായ സഭ. ഇന്ന് പലരും പറയുന്നു എല്ലാം നിറയ്ക്കുന്നവരുടെ നിറം എന്താണ്? വചനമാണെന്ന് പറയുന്നു. ഇതേ തിരുവചനത്തിൽ പറയുന്നു എല്ലാം നിറയ്ക്കുന്നവരുടെ നിറവ് വേദപുസ്തകമല്ല, എല്ലാം നിറയ്ക്കുന്നവരുടെ നിറവ് അവരുടെ ശരീരമായ സഭയാണ്. ആ സഭയിലാണ് ഈ വചനത്തിന് പ്രാധാന്യമുള്ളത്. ഈ സഭയുടെ ശരിയായിട്ടുള്ള ബൗണ്ടറി മനസ്സിലാക്കി, എക്സ്റ്റന്റ് മനസ്സിലാക്കി ഇത് വായിക്കാനായിട്ടും ധ്യാനിക്കാനായിട്ട് ശ്രമിക്കുന്നവന് ജീവിതത്തിൽ ദർശനം ഉണ്ടാകും. മാലാഖെന്നുള്ള ദർശനത്തിന് നോക്കണ്ട. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു സഭ കാലാകാലങ്ങളിൽ തിരുവചന സത്യങ്ങളെ ലോകത്തോട് സമ്മേളിക്കാൻ പ്രാപ്തിയുള്ള ഒരു സഭ. ഇതാണ് ദർശനം. അതുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന ദൈവ ഇടപെടലുകളെ അനുഗ്രഹമായ ജീവിതത്തിൽ പാലിക്കാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ ഈ തിരുവചനത്തോട് നമുക്ക് ഏറെ ആഭിമുഖ്യമുണ്ടാകും. ഞാൻ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ ആഗ്രഹിക്കുക. ഇന്നേക്ക് 33 വർഷങ്ങൾക്ക് മുമ്പ് 48-ാമത്തെ വയസ്സിൽ എന്റെ അമ്മ ഈ ലോകത്തിൽ നിന്ന് കടന്നു. ഒരു ബുധനാഴ്ച രാത്രി തലവേദന ഉണ്ടായി, ചെയ്യാവുന്ന ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്തു. വ്യാഴാഴ്ച രാവിലെ ഒരു ഹോസ്പിറ്റലിൽ 4 കിലോമീറ്റർ അകലെ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായി. അറിയാവുന്ന ചികിത്സകളൊക്കെ അവർ ചെയ്ത് നോക്കി. ഞങ്ങളുടെ സ്കൂളിൽ ഞാൻ 10-ാം ക്ലാസ് പഠിക്കുന്ന ഒരു കാലം ശനിയാഴ്ച അമ്മയെ കാണാൻ ഇത്രയും വാഹന സൗകര്യങ്ങളൊന്നുമില്ല. 4 കിലോമീറ്റർ നടന്ന് അമ്മയെ കാണാനായിട്ട് കൊട്ടപ്പ ഹോസ്പിറ്റലിൽ ചെന്നു. ഞാൻ തൊട്ടടുത്തുള്ള പള്ളിയിലായിട്ട് ഞാൻ വികാരിയായിട്ട് അമ്മയെ ഒന്ന് വിളിച്ചു നോക്കി, ഒരനക്കമില്ല. പ്രഷർ കൂടി ഒരു വെയിൻ കെട്ടായി പോയത്. എന്നെ കുറിച്ച് എന്റെ സീരിയസ്നെസ് ഒന്ന് പറഞ്ഞുവിടും. തിരിച്ചു വന്നു. തിങ്കളാഴ്ച രാവിലെ തൊട്ട് 1.25 കിലോമീറ്റർ അകലെയുള്ള പുതുശ്ശേരി സ്കൂളിൽ പോയി ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സിൽ കയറാൻ മുമ്പ് വീട്ടിൽ അടുത്തുള്ള രസായി വന്നിട്ട് പറഞ്ഞു വീട്ടിലോട്ട് വരണം. 1.25 കിലോമീറ്റർ നടന്ന് തിരിച്ച് 100 മീറ്റർ അകലെ വീട് 100 മീറ്റർ അകലെ വരുമ്പോ അയൽപക്കത്തുള്ള ഒരു സ്ത്രീ പറഞ്ഞു അമ്മ മരിച്ചുപോയി, വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് അമ്മയെ കണ്ടു. അന്ന് വൈകിട്ട് 3 കിലോമീറ്റർ അകലെയുള്ള കല്ലുപ്പാറ വലിയ പള്ളിയിൽ അന്ന് വൈകിട്ട് 5 മണിക്ക് അമ്മയെ അടയ്ക്കും. ഞങ്ങൾ 5 മക്കളിൽ എന്റെ ജ്യേഷ്ഠന്റെ ജോലി അന്വേഷിച്ച് കൽക്കട്ടാക്കി പോയിരിക്കുന്ന കാലം അമ്മയടക്കി കത്തയച്ചാണ്, എന്റെ അമ്മാച്ചന്റെ പേരിൽ ഒരു കത്തയച്ചാണ് അമ്മ മരിച്ചു എന്നുള്ളത് അറിയിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ എന്റെ മുമ്പിൽ ഒരു വലിയ ചിത്രമുണ്ട്. ഇന്നുമുണ്ട്. എന്റെ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അന്നത്തെ അനിയൻ ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു ചിത്രം. ആ സമയത്ത് എന്റെ പിതാവ് എന്റെ മൂത്ത 2 സഹോദരിമാരുടെ വീട്ടിലുണ്ട്. ഞങ്ങളുണ്ട്, ആൺമക്കളുമുണ്ട്. ഞങ്ങൾ 4 പേരെ ഒരുമിച്ച് വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, മക്കളെ, ദൈവം തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നാം, പക്ഷെ ദൈവം തെറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ ദൈവത്തെ അനുസരിച്ച് ജീവിച്ചാൽ ദൈവം നിങ്ങൾക്ക് അമ്മയായിരിക്കുന്നു. എന്റെ പിതാവിനെ അറിയാവുന്ന പലരും ഇവിടെയുണ്ട്. എന്റെ വീടുമായിട്ട് അല്ലെങ്കിൽ അനാഥയിൽ ബന്ധപ്പെടുന്ന പലരും ഇവിടെയുണ്ട്. എനിക്കിന്നും അത്ഭുതമാണ്. എന്റെ പിതാവ് സാധാരണക്കാരൻ ഒരു മനുഷ്യനായിരുന്നു. അധികം വിദ്യാഭ്യാസമില്ലാത്ത മനുഷ്യൻ. എനിക്ക് തോന്നുന്നു 2 കാര്യങ്ങൾ വായിച്ചാണ് നല്ലതുപോലെ വായിക്കാൻ എന്റെ അപ്പൻ പഠിച്ചത്. ഒന്ന് വേദപുസ്തകം വായിച്ചു, മറ്റൊന്ന് പത്രം വായിച്ചു. പത്രം വരുത്താൻ നിവൃത്തിയില്ല, എവിടെയെങ്കിലും വരുന്നിടത്ത് പോയി എടുത്തുകൊണ്ടൊന്ന് വായിക്കും. ഒരു കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന് പോയില്ല എന്റെ അപ്പൻ. ഒരു ദർശനവും ഇന്ന് പലരും കാണുന്ന പോലെ ദർശനവും കണ്ടില്ല. എന്റെ പിതാവിന് 52 വയസ്സ് കഴിഞ്ഞു, 53 വയസ്സുണ്ട്. എന്റെ അമ്മയ്ക്ക് 46 വയസ്സ്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്ന ഒരു വീട്ടിൽ നിന്ന് പിതാവിനോട് ചേർന്ന് നിൽക്കേണ്ട ഒരു കാരണത്തിൽ എന്റെ അമ്മ കടന്നുപോയി. എനിക്കിന്നും അത്ഭുതമാണ്. 33
മുമ്പ് കണ്ണടച്ചാൽ തുറന്നാൽ ഇരുട്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് എന്റെ പിതാവിന് എങ്ങനെയാണ് എന്നോട് ഇങ്ങനെ പറയാനായിട്ട് കഴിഞ്ഞത്? ദൈവകൃപ കഴിഞ്ഞാൽ എന്നെ ഏറ്റവും ശക്തീകരിച്ച ഒരു വാക്ക് എന്റെ പിതാവിൻ്റെതാണ്. മക്കളെ, ദൈവം തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കരുത്. ദൈവം തെറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ ദൈവത്തെ അനുസരിച്ച് ജീവിച്ചാൽ he will be your mother. Actually, I'm proud of being a son to that father. ഒരു കോടി രൂപ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കി വെച്ചിട്ട് നീ കഴിച്ചോ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ this would not be my picture. എന്റെ ചിത്രം ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് the youngsters and the growing children, this Bible should be your closest friend. നിങ്ങളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്തുമായിക്കോട്ടെ, നോ യൂസ് അറ്റ് ഓൾ. നിങ്ങളുടെ ഇന്റലക്ച്വൽ സ്ട്രെങ്ത് എന്തുമായിക്കോട്ടെ, ഒരു കാര്യമില്ല. നിങ്ങളുടെ പേരൻസ് എത്ര ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരായിക്കോട്ടെ, എല്ലാം ഫിസിക്കൽ അഭിമാനത്തിന്റെ വിഷയം മാത്രമാണ്. ഇതുകൊണ്ട് വല്ലതും നിലനിൽക്കാൻ കഴിയുമോ? ഇതുകൊണ്ടൊന്നും നിലനിൽക്കാൻ കഴിയില്ല. നിങ്ങൾ ജീവിതത്തിൽ തിരുവചനവുമായി സഭാജീവിതത്തിൽ കൗദാശാനുഭവം രാത്രിയിലത്തെ 2 മണിക്കത്തെ ശുശ്രൂഷയ്ക്കും 1:45 3 കിലോമീറ്റർ നടന്ന് പള്ളിയിൽ ചെന്നിരിക്കണമെന്ന് പാദത്താവ് നിർത്തുന്നവർ 3 കിലോമീറ്റർ നടന്ന് 1:45 മിനിമം രാത്രി 2 മണിയുടെ ശുശ്രൂഷയ്ക്ക് ചെയ്തിരിക്കുന്ന നിർബന്ധമായ ഞാൻ എന്റെ പിതാവിൽ കാണുന്ന അഭിമാനം അത് തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ മുമ്പാൽ കാണുന്ന ഈ ലോകത്തിന്റെ ഒരു പ്രതാപവും നമ്മുടെ വീഴ്ചയിൽ നമ്മളെ പിടിച്ചു നിർത്താൻ പറ്റുന്നതല്ല. ജീവിത ഭാഷയിൽ ഞാൻ പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവകൃപ കഴിഞ്ഞാൽ ഈ ജീവിതത്തിൽ എന്നെ ഏറ്റവും ശക്തീകരിച്ച ഒരു വാക്ക് ഇന്നും എനിക്ക് അത്ഭുതമാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഈ സംഘത്തിന്റെ അവരോട് ചോദിച്ചു, എങ്ങനെയാണ് 33 വർഷം മുമ്പ് അങ്ങേക്ക് എങ്ങനെയാണ് എന്നോട് ഇത് പറയാനായിട്ട് കഴിഞ്ഞത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, തിരുവചനവുമായി ബന്ധമില്ലെങ്കിൽ, സഭാജീവിതത്തിൽ തിരുവചനവുമായി ബന്ധമില്ലെങ്കിൽ എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം. ജീവിതത്തിന്റെ ഭാഷ പറയാം. ഇതിന് പറഞ്ഞ മൈക്കിലിട്ട് ജനിപ്പിച്ചിട്ടോ തിരിച്ചു എനിക്കൊരു കാര്യമില്ല. എനിക്കങ്ങനെ പറയാൻ അറിയത്തില്ല. ഇത് ജനിപ്പിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടും. ലൈഫ് ടു ബി സീരിയസ്, especially in the ministry of this church. അതുകൊണ്ട് ഗൗരവമായേ പറ്റൂ. എല്ലാവരും സീരിയസ് ആയവർ നമുക്ക് ഈ തിരുവനന്തപുരത്തോട് ഏറെ ആഭിമുഖ്യമുണ്ടെങ്കിൽ എന്തുമാകട്ടെ ജീവിതത്തിനെ പ്രതിസന്ധി എന്തുമാകട്ടെ. എനിക്കറിയാം, ചെറുപ്പത്തിൽ നിങ്ങളൊക്കെ അമ്മമാരെ പഠിക്കുന്ന പല വീടുകളും ഞാൻ കണ്ടു. നിങ്ങൾക്ക് അത്ര സങ്കടമൊന്നുമില്ല. കാര്യം ഫിനാൻഷ്യലി ചെയ്യാം വല്ലോ വലിയ സങ്കടമൊന്നുമില്ല. കരയാറുണ്ട്. ഒരു കരയാണ് ചിലപ്പോൾ ആർക്കൊക്കെ വേണ്ടി കരയുന്നു എന്ന് തോന്നിപ്പോകുന്ന കരത്തിലൊക്കെയാണ്. കാരണം അവിടെ ഒരു ധാരണ അമ്മയ്ക്ക് പകരമാണോ ഈ കാര്യങ്ങളൊക്കെ എന്ന്. അമ്മയില്ലെങ്കിൽ കാര്യങ്ങളെ എന്നൊരു ചിന്ത പോകട്ടെ. യൗസേപ്പിന് ദർശനമുണ്ടായി. തിരുവനന്തപുരത്തോട് ഏറെ ആഭിമുഖ്യം ഉണ്ടായിരുന്നുകൊണ്ട് ഈ ദർശനം തന്റേതായി മാറ്റുവാൻ അവന് കഴിഞ്ഞു. എന്താണ് ആത്യന്തികമായി സംഭവിക്കുന്നത്? തള്ളിക്കളയാൻ തീരുമാനിച്ചതിനെ ചേർത്ത് വെച്ചു. തള്ളിക്കളയാൻ തീരുമാനിച്ചതിനെ ചേർത്ത് വെച്ചു. ഈ കനികയെ തള്ളിക്കളയാൻ അവൻ തീരുമാനിച്ചതാണ്. ഇപ്പോ ഒരു തർക്കവും കൂടാതെ ചേർത്ത് വെക്കുകയാണ്. ദൈവദർശനം ഉണ്ടായാൽ ആ ദൈവദർശനത്തെ തിരുവനന്തപുരത്തോട് ചേർത്ത് ബന്ധിച്ച് അതെന്റേതാക്കി മാറ്റിയാൽ ഇന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്ന പലതും ചേർത്ത് വെക്കേണ്ടതാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടാകും. ഇന്ന് ചേർത്ത് വെച്ചിരിക്കുന്ന പലതും തള്ളിക്കളയേണ്ടതാണ് എന്ന് ബോധ്യമുണ്ടാകും. നാട്ടിൽ ഞാൻ സാധാരണ പറയാറുള്ള ഒരു കാര്യമുണ്ട്.
നമ്മുടെ സ്ത്രീകളുടെ നാട്ടിലെ പതിവുണ്ട്. ഇങ്ങനെ ഇപ്പൊ അവധകളിലൊക്കെ ഇഷ്ടംപോലെ കാശുണ്ട്, അല്ലെങ്കിൽ ജോലിയൊക്കെ ചെയ്യുന്നവരായതുകൊണ്ട് ടൗൺഷിപ്പ് വഴി പോകുമ്പോഴേ അവിടെ കടയിലിരിക്കുന്ന ഒരു സാധനം അത് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകും. ഒറ്റ കാരണമുള്ളൂ മേടിക്കാൻ. അയൽപക്കത്തെ വീട്ടിലുള്ള ഒരു കാരണം. അയൽപക്കത്തെ സ്ത്രീകൾ ജോലിക്ക് പോകുന്നതാണ്. രാവിലെ അല്പം വീട്ടിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചില ഉപകരണങ്ങൾ മേടിച്ച് കെട്ടിക്കൊണ്ടുപോകും. നിങ്ങൾക്കും വീട്ടിൽ പോയി നോക്കാം, അച്ഛൻ പറഞ്ഞത് ശരിയാണ്. ഇന്ന് വരെ ഒരു ഉപയോഗവും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലാത്ത പലതും അയൽപക്കത്തെ വീട്ടിലുണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വീട്ടിൽ കൊണ്ട് മേടിച്ചിട്ടുണ്ട്. കറണ്ട് പോകും, ഇവിടെ പോകുന്നില്ല. നാട്ടിൽ കറണ്ട് പോകുമ്പോൾ കാലം തൊട്ടാൽ മാത്രമേ ഉപയോഗമുള്ളൂ, വേറൊരു ഉപയോഗമില്ല. ഇങ്ങനെ വേണ്ടാത്ത പലതും ചേർത്ത് വെച്ചിട്ടുണ്ട് ജീവിതത്തിൽ. നിങ്ങൾക്കറിയുമോ, പത്രോസ്ലീഹ ജാതികളുടെ രക്ഷയെക്കുറിച്ച് സംശയമുള്ളവരായിരുന്നു. തള്ളിക്കളയാൻ തീരുമാനിച്ചിട്ടുണ്ട്, വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ഒരു ദർശനം അവിടെ കിട്ടി. എന്താ ദർശനം? വലിയൊരു കൊട്ടയ്ക്കകത്ത് ഒരിക്കൽ പോലും കാണാൻ ആഗ്രഹിച്ചിട്ടില്ലാത്ത ജീവികളെല്ലാം കൂടെ നമസ്തേ തമ്പുരാൻ മുന്നോട്ട് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞു? ആളത്ത് നിന്നോളാൻ പറഞ്ഞു. പത്രോസ് ഞെട്ടിപ്പോയി. തമ്പുരാനെ അശുദ്ധമായല്ലോ തള്ളിക്കളയാൻ തീരുമാനിച്ച ഒറ്റ ദർശനം കൊണ്ട് തിരുവചനം കർത്താവ് ചോദിച്ചു. എന്താ ചോദിച്ചത്? ദൈവം ശുദ്ധീകരിച്ചത് അശുദ്ധമായ നീയായി. തള്ളിക്കളയാൻ തീരുമാനിച്ചതിനെ ഒരു ദർശനവും ദൈവത്തിന്റെ ഒരു വാക്കുകൊണ്ട് പൂർണ്ണമായി ചേർത്ത് വെക്കാൻ പത്രോസിന് കഴിയുകയാണ്. ശരിയായിട്ടുള്ള ദൈവിക വെളിപാട് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, തീരുമാനത്തോട് ചേർത്തതിനെ ബന്ധിക്കാനായിട്ട് കഴിയുമെങ്കിൽ, ഈ ജീവിതത്തിൽ ഇന്ന് പോയി ആലോചിച്ച് നോക്കണം. എന്തെല്ലാം കാര്യങ്ങൾ ഈ ജീവിതത്തിൽ തള്ളിക്കളഞ്ഞില്ല, ചേർത്ത് വെക്കേണ്ടതായിട്ടുള്ള കാര്യം അവയൊക്കെ ചേർത്ത് വെക്കാനായിട്ട്. നാട്ടിലെ ഞാനിടുന്ന പള്ളിയിലെ ഒരു ഇവിടുത്തെ മർത്തമണി സമാജത്തിന്റെ വായും തൂണും മൽപ്പാനുമായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അത് ഉസ്താദിന്റെ വാക്കാണ്. വായും തൂണും മൽപ്പാൻ. അവർക്ക് 94 വയസ്സുള്ള ഒരു അമ്മായി, 90 വയസ്സുള്ള അമ്മായി. അവരുടെ ഒത്തിരി ബുദ്ധിമുട്ടിക്കാതെ ഞാൻ പോരുന്നതിന് മുമ്പ് രണ്ടുപേര് പത്ര അയച്ചിട്ടാണ് ഞാൻ പോരുന്നത്. പ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടാണല്ലോ. അത് അച്ഛനായിട്ടൊന്നും ചെയ്തതല്ല. എന്നിരുന്നാലും വീടിന്റെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ എന്നെ കൂടെ ഉപയോഗിച്ചു. ഈ അപ്പൻ മരിച്ചു, അടക്കി. അമ്മ ആരും നോക്കാനില്ല. ചരിത്രം പറഞ്ഞു പോയാൽ ഒത്തിരി സമയമെടുക്കും. ഈ അമ്മയുടെ മൂത്ത മകളെ അതേ ഇടവയിൽ വാങ്ങിച്ചു 90-ാമത്തെ വയസ്സിൽ, 89-ാമത്തെ വയസ്സിൽ അമ്മ മരിക്കുമ്പോൾ വളരെ സെൻസിബിൾ ആണ്. അമേരിക്കയിൽ നിന്ന് പറയുകയാണ്, എന്റെ ഈ മരുമകളുണ്ടല്ലോ രാവിലെ ബാഗ് എടുത്തോണ്ട് പറയുന്നതാണ്. പക്ഷെ എന്നെ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി എന്റെ മൂത്ത മകളുടെ വീടിന്റെ മുറ്റത്ത് കൊണ്ട് ഇറക്കിയിട്ട് പറഞ്ഞു, ലാഗേജ് കൊണ്ട് ഇറക്കിയിട്ടുണ്ട്, എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. 89-ാമത്തെ വയസ്സിൽ അമ്മ ഉപയോഗിച്ച വാക്കാണ് എന്തുവാ? മരുമോളെ കിട്ടിയത്. ലഗേജ് കൊണ്ട് ഇറക്കിയിട്ടുണ്ട്, എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. നല്ല ക്ലാരിറ്റിയിൽ സംസാരിക്കുന്ന ഒരമ്മയാണ് മരിക്കുന്നത്. ഓർത്ത് നോക്കിയാൽ മതി. ചിരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് എന്തെങ്കിലും അതിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മളെല്ലാവരും ആലോചിച്ച് നോക്കേണ്ട കാര്യം. നമ്മുടെ ബന്ധങ്ങൾ പലതും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും നമ്മൾ ഭാരമായി മാറിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കന്മാരാരെങ്കിലും നമുക്ക് ഭാരമായിരുന്നുവോ എന്ന് ചിന്തിക്കുന്നത് നല്ലതായി. ഈ വിഷയത്തിൽ മാത്രമല്ല, എത്രയോ വിഷയങ്ങളിൽ ഞാൻ പഴയ ഭാരപ്പുള്ളിലായിരുന്നു വികാരിയായിട്ട് നാട്ടിൽ പുറത്തൊന്നും എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ നല്ല കാര്യം പറയാം. അവിടെ ഒരു അമ്മച്ചി 88-ാമത്തെ വയസ്സിൽ മരിച്ചു. ഞാൻ കൂടുതൽ ഒരു 2 മാസം ആ അമ്മച്ചിയുടെ ഒരു മകൻ ലോകയിൽ ജോലി ചെയ്യും. മരുമകൾ ഒരു സോമയുണ്ട്, കൊച്ചുമകൻ ഹരിയുണ്ട്, കൊച്ചുമകൾ ഒരു ഹരിതയുണ്ട്. ഹരി കോയമ്പത്തൂര് ജോലി ചെയ്യുന്ന, അവിടെ എഞ്ചിനീയറിംഗ് പഠിച്ച് മെറിറ്റിൽ പഠിച്ച് ജോലി ചെയ്യുന്ന ഒരു പയ്യൻ. ഹരിത 9-ാം ക്ലാസ്സിൽ, ഇപ്പോൾ 10-ലാണ്. ഈ കൊച്ചൻ കുമ്പസാരിക്കാനായിട്ട് സാധാരണ മോശം
അവസാനിപ്പിക്കുമെങ്കിലും ജോലി സംബന്ധമായിട്ടോ പഠന സംബന്ധമായിട്ടോ ദൂരപ്പോട്ടുള്ളവർ വന്നാൽ ബുധനാഴ്ച പ്രസാരിക്കുന്ന ഒരു പതിവുണ്ട്. അവരിപ്പോ കോയമ്പത്തൂർ വന്ന ചൊവ്വാഴ്ചയാണ് ബുധനാഴ്ച പ്രസാരിക്കാൻ വന്നത്. ഇന്നും കൃപാനുക്രമമായിട്ട് വന്ന് അവൻ നിൽക്കുന്ന പള്ളിയിലെ പൊസിഷൻ പോലും ഒരു വർഷം കഴിഞ്ഞിട്ട് എന്റെ മനസ്സിൽ നല്ല സ്മരണയുണ്ട്. അവന്റെ വരവ് കേട്ടാൽ നമുക്ക് അത്രമാത്രം ഒരുങ്ങിയാണ് അവൻ വരുന്നത്. അവൻ വന്ന് കുമ്പസാരത്തിലല്ലാതെ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അച്ഛാ ഞാന് താമസിക്കുന്ന എന്റെ മുറിയിൽ വേറെ 3-4 പേരുണ്ടോ, ഞാന് നമ്മുടെ നമസ്കാരം രാവിലെയും വൈകിട്ടും കൊണ്ട് നടത്താറുണ്ട്, മറ്റാരും പ്രാർത്ഥിക്കാറുള്ളവരല്ല. ഞാൻ കൃത്യമായി വേദപുസ്തകം വായിക്കാറുണ്ട്. എന്നാൽ എന്റെ വലിയപ്പച്ചന്റെയും വലിയമ്മയുടെയും ഗ്രാൻഡ് പേരൻസിന്റെയും എന്റെ പേരൻസിന്റെയും ആത്മീയ നിലനിർത്താൻ എനിക്ക് കഴിയുന്നില്ല എന്നതാണ് എന്റെ ഏറ്റവും വലിയ ദുഃഖം. വേറെ പ്രാർത്ഥിക്കാത്ത 4 കുട്ടികളുടെ കൂടെ ഒരു റൂമിൽ താമസിച്ചു പഠിച്ച കാലം പക്ഷെ ജോലിയായവന്മാർ താമസിക്കുന്നുണ്ടാവും. അവന്റെ ഏറ്റവും വലിയ ദുഃഖം, അവൻ 2 നേരം പ്രാർത്ഥിക്കുന്നുണ്ട്, സാബിയുടെ പ്രാർത്ഥന നടത്തുന്നുണ്ട്. 2 നേരം പ്രാർത്ഥിക്കുന്ന കുട്ടി, വേദപുസ്തകം കൃത്യമായി വായിക്കുന്ന കുട്ടി, അവന്റെ മനസ്സിൽ ഇപ്പോഴുള്ള സങ്കടം എന്താണ് സങ്കടം? എന്റെ ഗ്രാൻഡ് പേരൻസും എന്റെ പേരൻസും ജീവിതത്തിൽ നിലനിർത്തി ആത്മീയ നിലനിർത്താൻ എനിക്ക് കഴിയുന്നില്ല എന്നതാണ് എന്റെ ഏറ്റവും വലിയ സങ്കടം. അമ്മച്ചിയാണെന്നറിയാം, അമ്മച്ചി മരിക്കുന്നതിന് 88 വയസ്സായി. അമ്മച്ചി മരിക്കുന്നതിന് 6 മാസം മുമ്പ് ഒരു വശം തളർന്നിരുന്നയാളാണ്. ഒരു വശം തളർന്നു കിടക്കുമ്പോഴും ഈ തളർന്നു വീഴുന്നവരെ പള്ളിയിൽ വെറുതായിട്ട് വന്നിരുന്നയാൾ. ഒരു വശം തളർന്നു കിടക്കുമ്പോഴും അമ്മച്ചി സംസാരിക്കുന്നത് നമ്മൾ ചെവി അടുപ്പിച്ച് പിടിച്ചാൽ നല്ലതുപോലെ മനസ്സിലാവും. ആ വീട്ടിൽ എന്തായാലും ഉള്ളത് സാധാരണയുള്ളത് ഈ മരുമകൻ നമ്മൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, 9 ഇപ്പൊ 10 പഠിക്കുന്ന ഈ ഹരിത എന്ന് പറഞ്ഞ പെൺകുട്ടി, അവിടെ വീട്ടിൽ കാര്യങ്ങൾ നോക്കുന്ന അല്ലെങ്കിൽ അവരെ സഹായിക്കാനായിട്ട് വരുന്ന സ്ത്രീ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ അമ്മച്ചിയോട് ചോദിക്കും, അമ്മച്ചിക്ക് വേണ്ടതൊക്കെ ഒരു തരുന്നുണ്ടോ? ഈ സ്വാമിയും ഹരിതയെ വഴക്ക് പറയുന്നു എന്ന് ചോദിക്കും. സ്വാധീനമുള്ള കൈയെടുത്ത് നെഞ്ചത്തോട്ട് വെച്ചിട്ട് അമ്മ പറഞ്ഞൊരു കാര്യം, എന്റെ പൊന്നച്ഛ എന്റെ കുഞ്ഞുങ്ങളെ വഴക്ക് പറയും, എനിക്ക് വേണ്ടതെല്ലാം അവർ തരുന്നു. ആ വെല്ലുമ്മയുടെ ചുറ്റും ഇങ്ങനെ അഹിലയിലുള്ള മനസ്സിലായല്ലോ. ബർക്കിടനായി കട്ടിൽ കിടക്കുമ്പോ, ഒരു വശം തളർന്ന് കട്ടിൽ കിടക്കുമ്പോ ആ സ്ത്രീ പറയുകയാണ്, എന്റെ പൊന്നച്ഛ എന്റെ കുഞ്ഞുങ്ങളെ വഴക്ക് പറയും. അവന്റെ അന്നേരം ഒരു കാരണം, അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്ക് വേണ്ടതെല്ലാം എന്റെ കുഞ്ഞുങ്ങൾ തരുന്നുണ്ട് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ കെട്ടുറപ്പ് ഇതാണ് കുടുംബത്തിന്റെ സോളിഡാരിറ്റി എന്ന് പറയുന്നത്. ഇതില്ലാതെ പോയാൽ എന്തെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യം. അതുകൊണ്ട് ദർശനം ഉണ്ടാവുകയും തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അതെന്റേതായി മാറ്റുകയും ചെയ്യുമ്പോഴാണ് നല്ല വചനമുണ്ടായി. ചേർത്ത് വെക്കേണ്ടതിനെ ചേർത്ത് വെക്കാനും തള്ളിക്കളയേണ്ടതിനെ തള്ളിക്കളയാനും അവസരം ഉണ്ടാകും. ഒടുവിലത്തെ വാക്കും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. അത് പറയാതെ പോയാലും ഇതിന്റെ പർപ്പസ് ഉണ്ടാവുന്നതിലേക്ക് കാണുകയും 25ാമത്തെ വാക്ക്, He knew the Lord and she had born a child. He called him Jesus. മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകന് അവൻ യേശു എന്ന് പേർ വിളിച്ചു. ഇന്ന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു വാക്യമാണ്. കാരണം അതിനകത്തൊരു വാക്കുണ്ടെന്താ? പരിഗ്രഹിച്ചില്ല എന്നൊരു വാക്ക്. വളരെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു വാക്ക്. ഇതിന് മലയാളത്തിൽ ഒത്തിരി ട്രാൻസ്ലേഷൻസ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. മകനെ പ്രസവിക്കും വരെ അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ല, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ല എന്നൊക്കെ പറയുന്ന ധാരാളം വേർഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ സാധാരണ ഒരു പുതിയ വേർഷൻ വേദപുസ്തകം കിട്ടിയാൽ ആദ്യം നോക്കുന്ന വാക്യങ്ങൾ ഒന്നിതാണ്. നമുക്കറിയാം മലയാളത്തിൽ വരി എന്നൊരു വാക്ക് എന്നത് ഏതെങ്കിലും ഒരു വാക്കിന്റെ മുമ്പിൽ ചേർത്താൽ ആ വാക്കിന്റെ ആഴമായ അർത്ഥമാണ് അതുകൊണ്ട് കിട്ടുന്നത്. ഗ്രഹിക്കുക, പരിഗ്രഹിക്കുക, ത്യജിക്കുക, പരിത്യജിക്കുക, പൂർണ്ണം, പരിപൂർണം, ഇങ്ങനെ ധാരാളം വാക്കുകളുണ്ട്. പൂർണ്ണശമാസ പട്ടണയിൽ പ്രധാന കാര്യം പ്രാർത്ഥിക്കുന്ന ശമാസ പട്ടണത്തിൽ മാത്രം എല്ലാത്തിലും ഉണ്ടാകും. പ്രാർത്ഥിക്കുന്ന
പരി എന്നൊരു വാക്ക് ഏതിനെങ്കിലും മുമ്പിൽ ചേർന്നാൽ ആ വാക്കിന്റെ ആഴമായ അർത്ഥമാണ് അതുകൊണ്ട് ഉണ്ടാകുന്നത്. സ്ത്രീ പുരുഷ ബന്ധത്തിൽ, ശാരീരികമായിട്ടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്കുള്ള ശാരീരിക ബന്ധത്തിന് ആഴമായ ഒരു അറിവുണ്ട് എന്നുള്ളത് കൊണ്ട് പരിഗ്രഹിക്കുക എന്നുള്ളത് ഇന്ന് ഭാര്യ ഭർത്താക്കന്മാരുടെ ശാരീരിക ബന്ധത്തിനുള്ള ഒരു വാക്കായിട്ട് സാങ്കേതികമായി ഉപയോഗിക്കുന്നു. പക്ഷെ വേദപുസ്തക ഭാഷയിൽ അങ്ങനെയാണ്. അറിയണമെങ്കിൽ മറ്റൊരു വേദഭാഗങ്ങളുടെ പറയുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് പരിഗ്രഹിക്കാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയ ഇവനാകും. ആരെക്കുറിച്ചാണ്? യോഹന്നാൻ സ്നാപകനെ കുറിച്ച്. ശരീരത്തോട് എടുക്കപ്പെട്ട ഏലിയാവ് വീണ്ടും വരുമെന്ന് പ്രതീക്ഷിക്കുന്നവര് യഹൂദന്മാർ പ്രതീക്ഷിക്കും. അത് ഗ്രഹിക്കാനായിട്ട് ശേഷിയുണ്ട് മാത്രം. അവനവന്റെ റീസണിങ് പവറുണ്ട്. കർത്താവ് പറയാണ്, നിങ്ങൾക്ക് പരിഗ്രഹിക്കാൻ മനസ്സുണ്ടെങ്കിൽ. ഇവിടെ സ്ത്രീ പുരുഷനൊന്നുമില്ലല്ലോ ഉണ്ടോ? ഈ 11-ാം അധ്യായത്തിൽ സ്ത്രീ പുരുഷനൊന്നുമില്ലല്ലോ. നിങ്ങൾ പരിഗ്രഹിക്കാൻ എന്ന് പറഞ്ഞാൽ if you are capable to understand the divine economy, ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടെങ്കിൽ ആ പ്രാപ്തിക്കാണ് നമ്മൾ സാധാരണ വിശുദ്ധമെന്ന് പറയും. നോളജ് ഫ്രം അബോവ്. ഉയരത്തിൽ നിന്നുള്ള അറിവ് അതുണ്ടെന്ന് വരെയും നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി ഒരു ഏലിയ വരാനില്ല. വരുവാനുള്ള ഏലിയ ആരാണ്? യോഹന്നാൻ സ്നാപകനാണ് എന്ന് മനസ്സിലാകും. എന്താ ഈ കോൺടെക്സ്റ്റിൽ അർത്ഥം? കന്യകമറിയെ അവനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ദർശനം കിട്ടി. തിരുവനന്തപുരത്ത് ബോധ്യമുണ്ട്. ഈ കന്യകയെ ചേർത്ത് വെച്ചു. അപ്പോഴും ഒരു സാധാരണ മനുഷ്യന്റെ സംശയം, എന്നാലും ഇവർ ആരായിരിക്കും? സ്വാഭാവികമല്ല. എന്നാലും ഇവൾ ആരായിരിക്കും? യേശുവിന് ജന്മം കൊടുക്കുമ്പോഴാണ് യൗസേപ്പ് അവളെ ആഴമായി പരിഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആഴമായി അറിയുന്ന, സ്വർഗവും ഭൂമിയും കൂടെ ഒന്നിക്കുന്ന ഒരു ജനനം. ചരിത്രഗതിയിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല അങ്ങനെ ഒരു ജനനം. യേശു ക്രിസ്തുവിന് ജന്മം കൊടുത്തു, സ്വർഗവും ഭൂമിയും കൂടെ ഒന്നിച്ചു. മാലാഖമാർ പാട്ടുപാടി, ആട്ടിടയന്മാർ വന്നു, വിദ്വാൻമാർ വന്നു. ഇവിടെയാണ് ഈ അവസ്ഥയത്തിന് മനസ്സിലാകുന്നത് യഥാർത്ഥമായി ഈ സ്ത്രീ അവൻ കന്യകയെ ആഴമായി ഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പരിഗ്രഹിക്കുന്നത് അപ്പോൾ. ഇതാണ് അതിന്റെ അർത്ഥം. അതല്ലാതെ അതല്ല ശാരീരിക ബന്ധം തന്നെ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ വാക്യബന്ധമായിരിക്കും. മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചു. 30 വയസ്സുള്ള ഒരു കൊച്ചു മരിക്കുന്നു. അച്ഛൻ അവനെ കുറിച്ച് നല്ല സാക്ഷ്യമാണ്. അച്ഛൻ പറയുന്നു, മരിക്കുന്നത് വരെ അവൻ മദ്യപിച്ചിട്ടില്ല. പിന്നെന്താ മദ്യപിച്ചത്? മരണാന്തരം. മരിക്കുന്നത് വരെ അവൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ വാക്യത്തിന് അർത്ഥം എന്താ? അവൻ കുടിച്ചത് മരിച്ചതിന് ശേഷമാണെന്നാണ്. എന്തിനാ വാക്യം പറയുന്നത്? അവൻ ശരീരത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് അവന്റെ പ്രായത്തിലുള്ള സാധാരണക്കാരെ പോലെയല്ല, സാധാരണ നിലയിലല്ല, അതിൽ വളരെ വ്യത്യസ്തനായിരുന്നു. എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്, അല്ലയോ? അതോ മരണാന്തരം കുടിച്ചെന്ന് പറയാൻ വേണ്ടിയാണ്? എന്തിനാ ഈ വാക്യം? ഇതിനു വേണ്ടിയാ വർജിൻ ബർത്തിന് എംഫസിസ് കൊടുക്കാൻ വേണ്ടിയാണ് ഈ വാക്യം. അതിനുശേഷമുള്ളതൊന്നും പറയാൻ വേണ്ടിയല്ല. അതായത് ഒരു മനുഷ്യന്റെ ബുദ്ധി അനുസരിച്ച് സ്ത്രീ പുരുഷ ബന്ധത്തിൽ മാത്രമേ ഒരു ശിശു ജനിക്കൂ. പക്ഷെ പ്രസവിക്കും വരെ അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല. ഇത് വളരെ പർട്ടിക്കുലറായി ഇറ്റ് ഈസ് വർജിൻ ബർത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വാക്യം. അതിനാണ് പരിഗ്രഹിച്ച് പറയാൻ വേണ്ടിയില്ല. മനസ്സിലായോ? രണ്ടു ഭാഗം മനസ്സിലായോ? എല്ലാം പിടികിട്ടിയോ? ഇനി അതിലൂടെ യാക്കോബുണ്ട്, യോസേഫുണ്ടെന്നൊക്കെ പറഞ്ഞ് വേറെ ഒത്തിരി പിള്ളേരുണ്ട്. ഇതാണ് എന്റെ കാര്യം. അതായത് ഇവിടെ കന്യകാജനത്തിന് ഊന്നൽ കൊടുക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവിനാൽ തന്നെയാണ് കന്യക ഈ മകനെ പ്രസവിച്ചത്. അപ്പൊ അതുകൊണ്ട്
പരിശുദ്ധാത്മാവിനാണ് എന്ന് പറയാൻ കഴിയും. അതുകൊണ്ട് തിരുവചനം സഭയിൽ വായിക്കും. സ്വന്തമായിട്ട് വായിച്ചതിന് കുഴപ്പമോ? സ്വന്തമായിട്ട് വായിച്ചവർക്ക് ഞാൻ എന്റെ വീടുകളിൽ പറഞ്ഞു. ഞാൻ മുമ്പ് വെണ്ണിക്കുളം പുറത്ത് പള്ളിയിൽ കയറിയായ സമയത്ത് അവിടെ വലിയ പ്രാർത്ഥനാകാരി ഉണ്ടായിരുന്നു. അവള് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് വായിച്ചു. എന്താണ്? 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ കല്യാണം ഉണ്ടായി. അവര് തന്നെ ചോദിക്കുന്നു, അവരുടെ പ്രാർത്ഥന കൂടത്തില്ല, അവര് തന്നെ ചോദിക്കുന്നു, ഇപ്പൊ 1-ാം നാൾ എന്ത് പറ്റി, 2-ാം നാൾ എന്ത് പറ്റി, 3-ാം നാൾ എന്ത് പറ്റി? ഇത് തന്നെ മറുപടി പറഞ്ഞു. 1-ാം നാൾ പെണ്ണ് കണ്ടു, 2-ാം നാൾ കല്യാണം ഉറച്ചു, 3-ാം നാൾ 2000 വർഷം മുമ്പുള്ള കാര്യമേ പറയുന്നത്. ഇതുവരെ കേരളത്തിലായിട്ടില്ല ഇങ്ങനെ. അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നൊക്കെ പിള്ളേർ വരുമ്പോ വ്യാഴാഴ്ച പെണ്ണ് കണ്ടു, ശനിയാഴ്ച ഉറച്ചു, തിങ്കളാഴ്ച കല്യാണം നടന്നു പറഞ്ഞാൽ ഏകദേശമൊക്കെ നമുക്ക് അംഗീകരിക്കാം. വ്യാഴാഴ്ച പെണ്ണ് കണ്ടു, വെള്ളിയാഴ്ച ഉറച്ചു, ശനിയാഴ്ച കല്യാണം പറഞ്ഞ് ഇതുവരെ നാട്ടിലുമായിട്ട് യഹൂദ വിവാഹത്തെ കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ, വേദപുസ്തകത്തിന്റെ അർത്ഥം മനസ്സിലാകാതെ, അതിന്റെ തലേ അധ്യായത്തിൽ പിറ്റേന്നാൾ എന്ന് പറയുന്നതും കർത്താവിന്റെ യാത്രയെ സംബന്ധിച്ച് പറഞ്ഞ് 3-ാം നാൾ എന്ന് പറയുന്നത് തമ്മിൽ എന്താണെന്ന് പോലും തിരിച്ചറിയാതെ ഞാൻ വേദപുസ്തകം വായിക്കുന്നത്, ഞാൻ പറയുന്നതാണ് ഇതിന്റെ അൾട്ടിമേറ്റ് എന്ന് പറയുമ്പോ അത് വിശ്വസിക്കുവാനും ധാരാളം പേര് ഭൂമിയിലുണ്ട്. അവിടെ തിരുവചനം വായിക്കുന്നത് സഭയുടെ അന്തരീക്ഷത്തിൽ വായിക്കണം. എക്സ്റ്റന്റ് എന്താണെന്ന് മനസ്സിലാക്കി വായിക്കണം. ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി വായിക്കണം. അവനോട് ഇഷ്ടമുള്ള പോലെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന പോലെ വായിക്കാൻ വേണ്ടിയല്ല വേദപുസ്തകം. ആ തിരിച്ചറിവ് ജീവിതത്തിൽ ഉണ്ടാകണം. എന്റെ വാക്കുകളുടെ അവസാനിപ്പിക്കുകയാണ്. അന്തസ്സായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ സഭയില്ലാതെ ആത്മീയ ഭൂമിയിൽ സാധ്യമല്ല. സഭ എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ അന്തസ്സായിട്ട് ജീവിക്കാനായിട്ട് വരും. അതിന് നമുക്ക് പിതാക്കന്മാരുടെ പഠിപ്പിക്കലോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പാരമ്പര്യമാണ് ഈ പറയുന്ന എഴുതപ്പെട്ട വേദപുസ്തകം എന്ന് പറയുന്നത്. അതിനെ ഉൾക്കൊള്ളാൻ ജീവിതത്തിൽ കഴിയുമ്പോൾ ഈ സഭാജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഈ സഭാജീവിതത്തിൽ അനുഗ്രഹകരമായ നിലയിൽ നാം ഏത് ചുവടാണ് വെക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ദർശനം ഈ ജീവിതത്തിൽ സമയാസമയം ലഭിക്കുന്നത് ഈ തിരുവചനത്തിൽ നമുക്ക് ഈ കാലഘട്ടത്തോട് അതിൽ സംസാരിക്കാനുള്ള കാര്യങ്ങൾ സഭയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോഴാണ്. അങ്ങനെ വരുമ്പോ തള്ളിക്കളയേണ്ട പലതിനെ തള്ളിക്കളയാനും ചേർത്ത് വെക്കേണ്ടതിനെയൊക്കെ ചേർത്ത് വെക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് ദൈവത്തിന്റെ പദ്ധതിയെ ആഴമായി ഗ്രഹിപ്പാൻ അല്ലെങ്കിൽ പരിഗ്രഹിപ്പാനായിട്ട് കഴിയും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനകളിലൂടെ എന്റെ വാക്കുകൾ നിർവഹിക്കും. ഒരു പാട്ട് പാടുന്നതായിരിക്കും ആ സന്ദർഭത്തിൽ സ്തോത്രമായിട്ട്. അതിനുശേഷം ബഹുമാനപ്പെട്ട ആശീർവാദം. So